ജാഫ്നയിൽ നിന്നാരോ തുരത്തി. അവളിൻ ഉദരത്തിൽ നിന്നും ഉരുവെടുത്തത് പരുത്തിയല്ലോ എരിക്കും തീ. വിരൽ പിടിച്ചൊന്നും നടത്തിയില്ലല്ലോ, തെരുവിൽ തനിയെ നിർത്തി. തെരുവിൽ പശിയിൽ മരിച്ച ഇളമനസ്സുകൾ വിളനിലങ്ങളായി മാറുമല്ലോ. കാലം പല കടന്നവർ വാഴുമല്ലോ. പല തലമുറകളിൻ കാതിൽ കവിതകൾ ഓതി വിധികളെ മാറ്റുമല്ലോ. ഋഷി പറയണം. ഇനി ഞാൻ നിനക്കൊരു മലയും കൊണ്ട് താതയിട്ട് ഇത് ഇവളെ മതിയാണെങ്കിൽ ഇനി വേണമല്ലോ. നമ്മൾ സൗണ്ട് ചെക്കുകളിൽ എപ്പോഴും മണിച്ചേട്ട പാട്ടേ പാടും. അപ്പൊ നോക്കുമ്പോ എളിന്നൊരു വരം തരുകയാണ്, പാടറാ മോനെന്ന് പറഞ്ഞിട്ട്. മനസ്സിലായ? അതാണ് അതിന്റെ ഉള്ളിലെ കുട്ടൻസ്. ഏതപ്പോണ് നമ്മള് പൊട്ടനല്ലേ? കൂര പിടിക്കാം, കൂട്ടിലടക്കാം, പുറകെ നടക്കാം, പൊരുതിയെടുക്കാം, മണ്ണിലടക്കാം, മാന്തിയെടുക്കാം, കൊത്തിയെടുത്തത് കൊത്തിലടക്കാം. കൂര പിടിക്കാം, കൂട്ടിലടക്കാം, പുറകെ നടക്കാം, പൊരുതിയെടുക്കാം, മണ്ണിലടക്കാം, മാന്തിയെടുക്കാം, കൊത്തിയെടുത്തത് കൊത്തിലടക്കാം. ഇങ്ങനെ യുവാക്കളുടെ തലയിൽ തീ പിടിപ്പിച്ചവനാണ് വേടൻ എന്ന ഹിരൺദാസ് മുരളി. ഈ പേര് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് അധികമൊന്നുമായിട്ടില്ല. പാട്ടിലൂടെ രാഷ്ട്രീയവും ആശയങ്ങളും പങ്കുവെക്കുന്ന വേടൻ പകർന്ന തീ പുകയായി മാറിയത് കഴിഞ്ഞ ദിവസം കണ്ടതാണ്. കഞ്ചാവ് കേസിന് പിന്നാലെ പുലിപ്പലി കേസ് വന്നതോടെ വേടൻ പുലിവാല പിടിച്ചു. പുലിപ്പലി കേസിൽ വേടൻ അഴിക്കുള്ളിലാകുമോ? റാപ്പർ വേടനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് വനം വകുപ്പ്. മൃഗവേട്ട അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയ വേടനെ പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കി. കസ്റ്റഡി അപേക്ഷയും വേടന്റെ ജാമ്യാപേക്ഷയും ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കും. ഇദ്ദേഹത്തിന് മദ്രാസിൽ ഒരു ഗാനമേള, ഇവരുടെ ഈ റാപ്പ് പരിപാടി അതിൽ ഇടയ്ക്ക് ഒരു ആരാധകൻ കൊടുത്തതാണ്. അപ്പോൾ അവർ അയാൾ കൂടെ വേറെ കുറച്ച് പേരുണ്ടായിരുന്നു. അതിൽ തന്നെ UK, ഫ്രാൻസ് പൗരത്വമുള്ളവരാണ്. ഇത് ഇവരുടെ ഈ ശ്രീലങ്കൻ നിന്ന് ഇവർ സംസാരത്തിന്റെ ഭാഷയിൽ നിന്ന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചപ്പോൾ ഫ്രാൻസ് UK പൗരന്മാരാണ്, ശ്രീലങ്കയിൽ നിന്ന് അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തവരാണ്. അതിലാണ് അവർ കുറച്ച് പേര് 3-4 പേരുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അത് ഡയറക്റ്റ് അവരുമായിട്ട് ബന്ധം, അങ്ങനെ ഡയറക്റ്റ് എന്നുള്ള ബന്ധമില്ല, ജസ്റ്റ് അന്നുള്ള ബന്ധമുണ്ട്. പക്ഷേ അവർ അദ്ദേഹത്തിന് ഇൻസ്റ്റഗ്രാമിൽ ബന്ധമുണ്ടെന്നാണ് ആദ്യത്തെ ഇതിൽ പറഞ്ഞു വിടുന്നത്. കഞ്ചാവ് ഉപയോഗിച്ചിരുന്നു? ഞാൻ കഞ്ചാവ് വലിക്കുന്ന ആളാണ്, ഞാൻ കള്ളു കുടിക്കുകയും വലിക്കുകയും ചെയ്യുന്ന ആളാണ്, എല്ലാവർക്കും അറിയാമത്. താൻ വലിക്കുകയും കുടിക്കുകയും ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയാമെന്നും എന്നാൽ രാസലഹരി ഉപയോഗിച്ചിട്ടില്ലെന്നും വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതിനിടെ വേടൻ പ്രതികരിച്ചു. ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ കേസിൽ വേടൻ 2ാം പ്രതിയാണ്. ലഹരി ഉപയോഗവും ഗൂഢാലോചനയും ചുമത്തിയാണ് FIR. താൻ കള്ളും കുടിക്കും കഞ്ചാവും വലിക്കുമെന്നാണ് വേടൻ പറഞ്ഞത്. വെറും 6 ഗ്രാം കഞ്ചാവ് പിടിച്ചതിൽ എന്താണ് തെറ്റെന്ന് ചോദിക്കുന്നവരെയും വേടനെ അനുകൂലിക്കുന്നവരെയും സോഷ്യൽ മീഡിയയിൽ കണ്ടു. ലഹരി കേസിൽ വേടനെ വേട്ടയാടുകയാണോ? അയാളുടെ കേസിനെ മതത്തിന്റെ പേരിൽ ലഘൂകരിക്കാൻ കഴിയുമോ? ഈ വിഷയമാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാനി, കഞ്ചാവ് കേസിന് പിന്നാലെയാണ് പുലിപ്പല്ലി കേസ് വേടനെതിരെ വന്നത്. അതായത് കഞ്ചാവ് കേസിൽ 2ാം പ്രതി, പക്ഷെ പുലിപ്പല്ലി കേസ് ജാമ്യം കിട്ടാത്ത വകുപ്പാണ്. എന്താണ് വനംവകുപ്പിന്റെ നീക്കം? ഈ വേടന്റെ ജാമ്യാപേക്ഷയും വനംവകുപ്പിന്റെ കസ്റ്റഡി അപേക്ഷയും ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കുന്നുണ്ടല്ലോ, എന്താണ് വിവരങ്ങൾ? ടോം, പെരുമ്പാവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 ഈ കേസ് പരിഗണിക്കുന്നത്. ഉച്ചയ്ക്ക് ഏതാണ്ട് ഒരു 12 മണിക്ക് ശേഷമാണ് കോടതിയിലേക്ക് ഹാജരാക്കിയത്. പ്രധാനമായും തന്നെയും ഇതിൽ പറയുന്നത്, വനം വകുപ്പ് പറയുന്നത്, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയാണ് ഈ പുലിപ്പല്ല ഇയാളുടെ കൈവശം വന്നത് എന്നത് സംബന്ധിച്ച് വ്യക്തത വേണം, കുറച്ചുകൂടി ആധികാരികമായ വിശദീകരണം വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ വേടൻ നൽകിയിരിക്കുന്ന വിശദീകരണം, ഒന്നാമത്തേത് തനിക്ക് ഇത് യഥാർത്ഥമാണെന്ന് അറിയില്ലായിരുന്നു എന്നതാണ് ഒരു കാര്യം. രണ്ടാമത്തേത് ഇത് ഒരു ആരാധകൻ സമ്മാനിച്ചതാണ് എന്ന് പറയുന്നു. ചെന്നൈയിലെ ഒരു സംഗീത പരിപാടിയിൽ വെച്ച് സമ്മാനിച്ചതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങളിലും കൃത്യമായൊരു വിശദീകരണം ഈ കാര്യങ്ങളിൽ ആവശ്യമുണ്ട്. അതിൽ ആദ്യത്തേതിൽ ഇത് യഥാർത്ഥമാണോ എന്നറിയില്ല എന്നൊരു സംഭവം വരുമ്പോൾ ഈ വനം നിയമപ്രകാരം അത് കുറച്ച് ഗൗരവതരമായ വകുപ്പുകൾ ഉള്ളതാണ് വനനിയമം.
അതിൽ ഈ വനസംരക്ഷണ നിയമത്തിൻ്റെ വനസംരക്ഷണ ആ പട്ടികയിലെല്ലാം വരുന്ന വന്യമൃഗങ്ങളുണ്ട്. അതിൻ്റെ ഏതെങ്കിലും രീതിയിലുള്ള ഇപ്പോൾ സൂക്ഷിക്കാവുന്ന രീതിയിലുള്ള അവശിഷ്ടങ്ങൾ, അത് ഇപ്പോൾ ആനയുടേത് ആനക്കൊമ്പോ മറ്റ് ആണെങ്കിലും പുലിയുടേത് പുലി നഖവും മറ്റ് തോലുകളും ആ സംഭവങ്ങളെല്ലാം തന്നെ പല്ലുകളും ഇതെല്ലാം ഈ പട്ടികയിലെല്ലാം തന്നെ വരുന്നതാണ്. അത് പിന്നീട് സൂക്ഷിക്കണമെങ്കിൽ അത് അറിഞ്ഞുകൊണ്ടാണെങ്കിലും അറിയാതെയാണെങ്കിലും സൂക്ഷിച്ചാൽ പോലും അത് ഒരേപോലെ കുറ്റകരമായ ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിലും ഇത് അറിഞ്ഞില്ല എന്നത് ഒരിക്കലും ഒരു ഒഴിവാകുന്നില്ല. അതിൽ തീർച്ചയായും അറിഞ്ഞുള്ള കുറ്റം തന്നെയായിട്ട് അത് മാറുകയും ചെയ്യും. മറ്റൊന്ന്, ഈ സുഹൃത്ത് സമ്മാനമായി നൽകിയതാണെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ആ സുഹൃത്തിനെ സംബന്ധിയായ കാര്യങ്ങൾ വിശദീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ വേടൻ നൽകിയിരിക്കുന്ന വിശദീകരണം സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് തനിക്ക് പരിചയമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വനംവകുപ്പ് പരിശോധിക്കുകയും ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 1-2 തവണ ചാറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. അതിൽ ഈ രജേഷ് കുമ്പിടി എന്ന് പറയുന്ന ആൾ ശ്രീലങ്കനായ ഒരാൾ, അയാളിപ്പോൾ UK മാറിയിട്ടുണ്ട്. അവരുടെ ഒരു സുഹൃത്തുക്കളും ഉൾപ്പെടുന്നവരെയാണ് ചെന്നൈയിൽ വെച്ച് പരിചയപ്പെടുന്നത്. അപ്പോൾ ഇവർ സമ്മാനിച്ചതാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇയാളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അറിയാവുന്ന വിവരങ്ങളെല്ലാം തന്നെ വേടൻ കൈമാറിയെന്ന് പറയുന്നു. ഒപ്പം വേടൻ നല്ല രീതിയിൽ തന്നെ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടെന്ന് വനം വകുപ്പ് പറയുന്നുണ്ട്. ചോദിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം വളരെ കൃത്യമായി തനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. ഒന്നും തന്നെയും മറച്ചു വെക്കുന്നുമില്ല. അപ്പോൾ ഈ കാര്യങ്ങളിൽ സുഹൃത്തിനെ സംബന്ധിച്ചതും ഇത് സമ്മാനമായി നൽകിയതാണ് എന്ന് സംബന്ധിച്ചുമുള്ളതാണ് വിശദീകരണം. ഇനി ഈ കാര്യത്തിൽ ഈ സുഹൃത്ത് വിശദീകരിക്കണം. പക്ഷേ അത് എത്രമാത്രം സാധ്യമാണ് എന്നതാണ് ഇനി അറിയേണ്ടത്. കാരണം ഇയാൾ കൂടി ഈ നിയമത്തിൻ്റെ പരിധിയിലേക്ക് വരികയാണ്. മാത്രവുമല്ല, ഇയാൾ ശ്രീലങ്കൻ ഒറിജിനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നൽകിയിരിക്കുന്ന ഒരു വിവരം അതാണ്. UK പോയിരിക്കുകയാണെങ്കിൽ എത്രമാത്രം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിക്കാൻ സാധ്യമാകും എന്നതെല്ലാം ഇനി അറിയേണ്ട കാര്യമാണ്. ഇപ്പോൾ നിലവിലെ വകുപ്പുകൾ ചേർത്തിട്ടുള്ളത് ഈ വേട്ടയാടൽ അടക്കമുള്ള വകുപ്പുകൾ ഇതിലേക്ക് വരും. അതങ്ങനെ എങ്ങനെ കിട്ടി എന്നതെല്ലാം തന്നെ ആദ്യമായി വനം വകുപ്പ് ഈ വകുപ്പുകളിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. 9 വകുപ്പുകൾ ചേർത്തിട്ടുണ്ട്. അതിൽ 3 മുതൽ 7 വർഷം വരെയും ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളെല്ലാം തന്നെ ഇതിൻ്റെ പരിധിയിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. ഇത് സമ്മാനമായി കിട്ടിയതാണെന്ന് തെളിയിക്കാനുള്ള ബാധ്യതയുള്ളത് അത് വേടനാണ്. വേടൻ അത് തെളിയിക്കണം. സുഹൃത്തിനെ കൊണ്ടടക്കം ഇത് കാര്യങ്ങൾ വിശദീകരണം നൽകുകയും വേണം. അല്ല എങ്കിൽ ഈ കേസിൻ്റെ ഗുരുതര സ്വഭാവമായിട്ട് അദ്ദേഹത്തിന് മുന്നോട്ട് പോകേണ്ടി വരും. നിലവിൽ ജാമ്യം ലഭിക്കാത്ത വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ഇന്ന് കസ്റ്റഡിയിൽ വേണമെന്ന അപേക്ഷയും ഇന്ന് വനം വകുപ്പ് നൽകിയിട്ടുണ്ട്. ആ അപേക്ഷ ഇന്ന് കോടതി ഉച്ചയ്ക്ക് ശേഷം 2:30 ശേഷം പരിഗണിക്കും. അതോടൊപ്പം വേടൻ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ഈ ജാമ്യാപേക്ഷയും പരിഗണിക്കും. ഇന്ന് കോടതിയിൽ വേടൻ നേരത്തെ പറഞ്ഞത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ പറഞ്ഞതുപോലെ തനിക്കിത് ഒറിജിനാണെന്ന് അറിയില്ലായിരുന്നു എന്ന് പറയുന്നു. ഇത് ഒറിജിനാണെന്ന് തെളിയിക്കുന്ന യാതൊരു രേഖകളും, ആധികാരികമായ രേഖകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. താൻ അത് അറിയാതെയാണ് സൂക്ഷിച്ചതെന്നും പറഞ്ഞിട്ടുണ്ട്. ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ വനനിയമം വളരെ കർക്കശമാണ്. അത് വളരെ കർക്കശമായി മുന്നോട്ട് പോകുമെന്ന് ഇന്ന് രാവിലെ മന്ത്രി AK ശശീന്ദ്രനും ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് കോടതി മുൻപാകെ നടന്നിരിക്കുന്നത്. ഇന്ന് 2:30 ശേഷമാണ് ഈ കാര്യങ്ങൾ പരിഗണിക്കുക. സമൂഹ മാധ്യമങ്ങളിൽ വേടനെ അനുകൂലിച്ചും എതിർത്തും വലിയ രീതിയിലുള്ള ഒരു ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട്. അവർ പറയുന്നത്, ഈ വേടനെ അനുകൂലിക്കുന്നവർ പറയുന്നത് അയാളുടെ ജാതിവാദമൊക്കെ ഉയർത്തുന്നവരുണ്ട്. ഒരു 5 ഗ്രാം കഞ്ചാവല്ലേ പിടിച്ചത്, എന്തിനാണ് വേടനെ ഈ രീതിയിൽ ആക്രമിക്കുന്നത്? അവിടെ മോഹൻലാലിൻ്റെ പഴയ ആനക്കൊമ്പ് കേസും കലാഭവമണിക്കെതിരായിട്ടുള്ള പഴയ കേസുകളും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വേടന്റെ കേസിനെ അവർ ലഘൂകരിക്കുന്നത്. ഇയാളൊരു സെലിബ്രിറ്റിയാണ്, അയാളുടെ ജാതിയുടെ പേരൊക്കെ പറഞ്ഞ് ഇനിയും അങ്ങനെ ഈ കേസിനെ അങ്ങനെ ലഘൂകരിക്കാൻ കഴിയുമോ ഡാനി? കാരണം ഇത് വെറും 5 ഗ്രാം കഞ്ചാവല്ലെന്ന് ചോദിച്ചാൽ പോലും ഇയാളൊരു ഇൻഫ്ലുവൻസറാണ്. കാരണം അത്രയധികം ഈ നാട്ടിലെ ചെറുപ്പക്കാരെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മൾ കണ്ടതാണ് തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസത്തെ ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിഞ്ഞു. 10-15,000 ചെറുപ്പക്കാരാണ് ഇയാളുടെ പാട്ട് കേൾക്കാൻ, ഇയാളുടെ വാക്കുകൾ കേൾക്കാൻ അവിടെ എത്തിയത്. നിങ്ങൾ സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിക്കുന്നത് അത് ചെകുത്താനാണെന്ന് പറയുന്ന വേടൻ തന്നെ കഞ്ചാവ് ഉപയോഗിക്കുന്നു. കഞ്ചാവിനിപ്പോൾ പ്രശ്നമില്ല എന്ന രീതിയിലുള്ള സന്ദേശം കൂടി അവിടെ ഇയാൾ നൽകുകയല്ലേ ഡാനി?
ടോം, ഇതിൽ ഒരു കുറ്റകൃത്യത്തിനെയും ഒരു നിയമലംഘനത്തിനെയും സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉപയോഗിച്ച് മായ്ക്കുവാനോ മറയ്ക്കുവാനോ കഴിയില്ല. കാരണം കുറ്റകൃത്യങ്ങളെന്നും ആ കുറ്റകൃത്യങ്ങൾ തന്നെയാണ്, അതിൽ യാതൊരു മാറ്റവുമില്ല. പിന്നെ സെലിബ്രിറ്റികളിലേക്ക് വരുമ്പോൾ അത് കൂടുതൽ പേരിലേക്ക് അത് അറിയുകയും ആ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുകയും ചെയ്യും. കാരണം അവരത് ഉപയോഗിക്കുമ്പോൾ ഒരു ന്യൂനപക്ഷമെങ്കിലും ഒരുപക്ഷെ ഇതിനൊപ്പം തന്നെ നിൽക്കുകയും ചെയ്യും. കാരണം അത് ഒരു അനുകരണീയമായ ഒരു രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ പോവുകയും ചെയ്യും. അതുകൊണ്ട് ആ രീതിയിലുള്ള സമൂഹമായ തിന്മകളെയും അല്ലെങ്കിൽ ഈ നിയമവിരുദ്ധമായ കാര്യങ്ങളെയും ഒരു സെലിബ്രിറ്റി ചെയ്യുന്നത് കൊണ്ട് അത് ലഘൂകരിച്ച് കാണാനായിട്ട് ഒരിക്കലും സാധ്യമല്ല. നമ്മുടെ നിയമവ്യവസ്ഥയും അക്കാര്യത്തിൽ യാതൊരു ഇളവും സെലിബ്രിറ്റികൾക്ക് പ്രത്യേക പരിരക്ഷയോ അങ്ങനെയൊന്നും തന്നെ നൽകിയിട്ടില്ല. പിന്നെ എങ്ങനെയൊക്കെയോ ചില കാര്യങ്ങൾ സംഭവിച്ചു പോകുന്നത് എന്നുണ്ട്, അതെല്ലാം തന്നെ ഇത്തരത്തിൽ വരികയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ ഒരിളവും നൽകാൻ കഴിയാത്ത രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പറയുന്നത് ഈ ലഹരിയുടെ അമിത ഉപയോഗത്തിനെതിരെയും ലഹരിയെ സാർവത്രികമാകുന്നതിനെതിരെയും എല്ലാം വലിയ രീതിയിൽ തന്നെ ക്യാമ്പയിനും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഉയരുന്നൊരു പ്രധാന ആക്ഷേപം എന്തുകൊണ്ട് വലിയ രീതിയിലുള്ള ഡ്രഗ് കാർട്ടലുകളിലേക്ക് ഒന്നും തന്നെ അന്വേഷണം ചെല്ലുന്നില്ല, അവരെ പിടികൂടുന്നില്ല എന്നതടക്കം പറയുന്നു. 5 ഗ്രാമും 6 ഗ്രാമും എല്ലാം കഞ്ചാവ് കൈവശം വയ്ക്കുന്ന ഈ സെലിബ്രിറ്റികളെ എന്തിനാണ് ഈ രീതിയിൽ വേട്ടയാടുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. പക്ഷേ അതിനൊരു മറുപക്ഷം കൂടിയുണ്ട്. കാരണം നമ്മൾ ഇപ്പോൾ ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെല്ലുക, അവിടെ ദിനം പ്രതി എന്നോണം കഞ്ചാവ് വന്നിറങ്ങുന്നുണ്ട്. ചാക്ക് കണക്കിന് കഞ്ചാവ് അവിടെ നിന്ന് സീസ് ചെയ്യുന്നുണ്ട്. 10 കിലോ മിനിമം അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകാവുന്ന ഒരു അവസ്ഥയിലാണ് ഈ ഒറീസയിൽ നിന്നും മറ്റിടങ്ങളിൽ നിന്നും വരുന്ന ട്രെയിനിലും മറ്റും. നമ്മൾക്ക് ഒരു പരിചയവുമില്ലാത്ത ഒട്ടനവധി പേർ അതിനെ പിടികൂടുന്നു. അതിലൊരു ചെറിയ വാർത്തയും കാര്യങ്ങളും എല്ലാമായിട്ട് തന്നെ ദിനം പ്രതി പോകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അതിൽ നിന്ന് മാറി മറ്റൊരു രീതിയിലേക്ക് എക്സൈസിൻ്റെയും പോലീസിൻ്റെയും കാര്യങ്ങൾ തിരിയുന്നു എന്നതാണ് അതിന് പ്രധാനമായും ഒരു ഉദ്ദേശം പറയുന്നത്. കാരണം ഇതിൻ്റെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് പോകുന്നൊരു ഉപയോഗങ്ങളെക്കുറിച്ച് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അവർ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രധാന ഉപഭോക്താക്കളായിട്ടെല്ലാം തന്നെ ഇവർ മാറുന്നുണ്ട്. അപ്പോൾ ഇത്തരം അറസ്റ്റിലേക്കോ ഇത്തരം നടപടികളിലേക്കോ ചെല്ലുമ്പോൾ അതിൽ കുറേ കൂടി അറിയപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഇത് ഉപയോഗിക്കാനുള്ളൊരു പ്രവണത കുറയ്ക്കുന്നതിന് അല്ലെങ്കിൽ ഇതിനിടയിലുള്ളൊരു വിതരണ ശൃംഖല തകർക്കുന്നതിന് ഇതെല്ലാം തന്നെ ഈ നടപടികൾ കാരണമാകുന്നുണ്ട്. ആരെയെങ്കിലും ഒരാളല്ല എവിടേക്കും ചെല്ലാൻ കരുത്തുള്ളവരായി നിയമ സംവിധാനങ്ങൾ മാറുന്നുണ്ട്. അതിന് ഒരു മടിയും മറയുമില്ലാതെ തന്നെ കടന്നു ചെല്ലാൻ എക്സൈസിനും പോലീസിനും കഴിയുന്നുണ്ട് എന്ന രീതിയിലേക്ക് സമൂഹത്തിന് ഒരു ഉറപ്പ് നൽകേണ്ട ബാധ്യത ഇവിടുത്തെ സംവിധാനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗ്രാമിൻ്റെ കണക്കെടുക്കാതെ തന്നെ ഇത് ഉപയോഗിക്കുന്നവരിലേക്ക് എത്താനും ഈ ഒരു നടപടികൾ തുടർന്നു കൊണ്ടുപോകാനും അവർ തീരുമാനിക്കുന്നത്. കഴിഞ്ഞ ദിവസം സിറ്റി പോലീസ് കമ്മീഷണർ പി വിമലാദിത്യ പറഞ്ഞതുപോലെ പൊതുസമൂഹം ഇത് നന്നായി സ്വീകരിക്കുന്നുണ്ട്. കാരണം ഈ കാര്യങ്ങളെക്കുറിച്ച് വിവരം നൽകുന്നതിന് ഇന്നിടങ്ങളിലെല്ലാം തന്നെ ഇത് നടക്കുന്നുണ്ട് എന്ന വിവരം നൽകുന്നതിനെല്ലാം അവരുടെ ഒരു സഹായം ഇത്തരം നടപടികളിലൂടെ സാധ്യമാകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇന്നലത്തെ വേടൻ്റെ ഫ്ലാറ്റ് റെയ്ഡ് ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് വന്നതും ഇത്തരം ഒരു പൊതുവിവരങ്ങളിൽ നിന്ന് തന്നെയാണ്. ചില സൂചനകൾ ചുറ്റുപാടുകളിൽ നിന്ന് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നിരീക്ഷണമടക്കം അവിടെ ശക്തമാക്കുകയും എല്ലാം തന്നെ ചെയ്തത്. അതുകൊണ്ട് ഈ ഒരു നടപടികൾ അത് ഒരു ഭാഗത്ത് മുന്നോട്ട് പോകും. അത് അങ്ങനെ തന്നെയാണ് സംവിധാനങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിനെ മറ്റൊരു രീതിയിലേക്ക് നിർവചിക്കാൻ ശ്രമിക്കുമ്പോൾ അത് എത്ര കണ്ട് ഇതുമായി തുലനം ചെയ്യാൻ കഴിയുമോ എന്നത് പരിശോധിക്കേണ്ടതാണ്. ഈ നിയമം ലംഘിക്കുന്നവർ ആരായാലും അവർക്ക് കൃത്യമായ രീതിയിൽ അത് ആര് തന്നെയായാലും അവർക്ക് നടപടികൾ ആവശ്യമാണ്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു നക്ഷത്രത്തിളക്കം കൊണ്ട് മായ്ക്കുവാനോ മറയ്ക്കുവാനോ കഴിയുന്ന നിറത്തിന്റെയോ ജാതിയുടെ പേരിലല്ല, കുറ്റം ആര് ചെയ്താലും അവർക്കെതിരെ കർശനമായ നടപടിയാണ് വേണ്ടത്. ഇവിടെ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി, കഴിഞ്ഞ ദിവസം പിടിയിലായ 2 സംവിധായകർ, ഇവരാരും അവരുടെ ജാതിവാദം ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിറത്തിന്റെ വാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയില്ല. ഇവിടെ അത് ഏത് സെലിബ്രിറ്റി ആണെങ്കിലും ഏത് പ്രതിഭയാണെങ്കിലും തെറ്റ് ചെയ്താൽ, പ്രത്യേകിച്ചും യുവാക്കൾക്കിടയിൽ ഒരു തെറ്റായ സന്ദേശം നൽകിയാൽ അവർക്കെതിരെ കടുത്ത നടപടിയാണ് സ്വീകരിക്കേണ്ടത്. അതാണ് വേടനെതിരായിട്ടുള്ള കേസിലും സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യം ഈ സോഷ്യൽ മീഡിയയിൽ വേടനെ അനുകൂലിക്കുന്നവരും മനസ്സിലാക്കുകയാണ് വേണ്ടത്. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ സിനിമാ നിർമ്മാണ സഹായി ജോഷിയെ എക്സൈസ് ചോദ്യം ചെയ്യുകയാണ്. ആലപ്പുഴയിലെ എക്സൈസ് ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. മുഖ്യപ്രതി തസ്ലീമയെ അറിയാമെന്നും എന്നാൽ ലഹരി ഇടപാടില്ലെന്നും ജോഷി പ്രതികരിച്ചു. ഉച്ചയ്ക്ക് ശേഷം ജോഷിയെ വീണ്ടും ചോദ്യം ചെയ്യും. ഡയറക്റ്റ് ബാങ്ക് ഇടപാടുകളുണ്ടോ? ഇല്ല, ഞാൻ നമ്മൾ ചോദിക്കുമ്പോഴേക്കും നമ്മൾ ഒരു 10, 200, 300 ഇട്ട് കൊടുക്കുന്നല്ലാതെ വേറെ നമ്മളൊന്നും കൊടുക്കൂല. ഞാൻ അത്യാവശ്യം കുറച്ച് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. തസ്ലീമയുമായിട്ടാണോ സൗമ്യമായിട്ടാണോ? സൗമ്യമായിട്ട് ബന്ധമില്ല കേട്ടോ. സൗമ്യ എനിക്കറിയില്ല. ജസ്റ്റ്
ടീന എനിക്ക് അറിയുള്ളൂ. തസ്ലിമ എന്ന് പറഞ്ഞപ്പോൾ പിടിച്ചപ്പോഴറിയണം ഇങ്ങനെ ക്രിസ്റ്റീന. ആര് ചോദിച്ചാലും നമ്മളെ സംബന്ധിച്ച് ഒരു ഫുഡ് കഴിക്കാമെന്ന് ചോദിച്ചാൽ വിശക്കണം എന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് കൊടുക്കും. അത്ര സൗഹൃദമുണ്ടോ ഇവരുമായിട്ട്? അത്ര അങ്ങനെ എങ്ങനെയാണ് നമ്മൾ ഒരു പരിചയമില്ല? അങ്ങനെയല്ല, 6 വർഷമായിട്ട് ആള് പരിചയമുണ്ട് നമ്മളോട്. എങ്ങനെയാണ് പരിചയം? അല്ല, അതൊരു ഫിലിമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോ ഒരു കോർഡിനേറ്റർ ആണെന്ന് പറയുമ്പോൾ നമ്മളൊന്ന് അവർ കോർഡിനേറ്റർ ആണെന്നാണോ? അതെ, നമ്മൾ കോർഡിനേറ്റർ. എന്തിന്റെ കോർഡിനേഷൻ ആണ് തസ്ലിമ? അത് എനിക്കൊരു ഫിലിം കോർഡിനേറ്റർ എന്നാ പറയണേ. അപ്പൊ അല്ല, താങ്കൾ സിനിമാ രംഗത്തുള്ള ആളാണ്. അങ്ങനെ സജീവമുള്ളതല്ല ഞാൻ. അങ്ങനെയാണെങ്കിൽ തന്നെ എന്ത് സിനിമയുമായി ബന്ധപ്പെട്ട കോർഡിനേഷനിലാണ് അവർ ഇടപെട്ടത്? അതിപ്പോ ഒരുപാട് പടങ്ങളുണ്ട്. അത് ശരി, ഒരു 2-3 പടങ്ങൾ ഞാൻ കണക്ട് ചെയ്തു. പക്ഷെ അത് കോർഡിനേറ്റർ എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്ത് ജോലിയാണ് അവർ ചെയ്യുന്നത്? എന്ത് ജോലിയാണ് ചെയ്യുന്നത്? താങ്കളുമായി പരിചയപ്പെടാനുള്ള ഒരു സാഹചര്യത്തിൽ എന്ത് ജോലിയിലാണ് നിങ്ങൾ? ഒരു ഫിലിമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇതിൽ വന്ന് പരിചയപ്പെട്ട ഒരു മീറ്റിംഗോട്ട് ബന്ധപ്പെട്ട, അല്ലാതെ. മുൻ ബിഗ് ബോസ് താരം ജിൻഡോ ഉച്ചയ്ക്ക് ശേഷം ചോദ്യം ചെയ്യലിന് ഹാജരാകും. ഇന്നലെ വിളിച്ചു വരുത്തിയ നടന്മാരായ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി എന്നിവരുമായി തസ്ലീമയ്ക്ക് ലഹരി ഇടപാടുകൾ നടന്നിട്ടുണ്ടെങ്കിലും ആലപ്പുഴയിലെ കഞ്ചാവ് കേസിൽ നിലവിൽ ബന്ധമില്ലെന്നാണ് എക്സൈസിന്റെ കണ്ടെത്തൽ. ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ഈ സിനിമാ മേഖലയിലുള്ളവരെ ഒന്നൊന്നായി ഈ സെലിബ്രിറ്റികളൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് വിളിച്ചു വരുത്തുന്നുണ്ട്, ചോദ്യം ചെയ്യുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഇനി ബിഗ് ബോസ് താരം ജിൻഡോയിലേക്കാണ് ചോദ്യം ചെയ്യൽ നീങ്ങുന്നത്. ഈ ജിൻഡോയ്ക്ക് ഈ കേസിൽ എങ്ങനെ ബന്ധമുണ്ടെന്നാണ് എക്സൈസിന്റെ ഒരു കണ്ടെത്തൽ, വിലയിരുത്തൽ? പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്ത സൗമ്യ, മോഡൽ സൗമ്യ, ഈ സൗമ്യ സിനിമാ മേഖലയിൽ ലഹരി എത്തിക്കുന്ന വ്യക്തിയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അവരത് നിരസിക്കുന്നു. മറ്റ് പെൺവാണിഭ ഇടപാടുകൾക്ക് വേണ്ടിയാണ് പണം സ്വീകരിച്ചത് ഈ നടന്മാരുമായി ബന്ധപ്പെട്ടതെന്നൊക്കെ സൗമ്യയും പറഞ്ഞിരുന്നല്ലോ. നിലവിൽ ഈ 3 പേരെയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ ചോദ്യം ചെയ്ത, അതോടൊപ്പം ഇന്നും 4 പേരെ ചോദ്യം ചെയ്തു. ഇതിൽ നിന്നും എന്തൊക്കെ വിവരങ്ങളാണ് എക്സൈസിന് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ലഭിച്ചിരിക്കുന്നത്? ശരണ്യ. ടോമ, ആലപ്പുഴയിലെ 2 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് 2 ദിവസമായി ആലപ്പുഴ എക്സൈസ് ഓഫീസിൽ ചോദ്യം ചെയ്യൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രമുഖ ചലച്ചിത്ര താരങ്ങളായ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി, ഒപ്പം തന്നെ ചലച്ചിത്ര രംഗവുമായി ബന്ധമുള്ള സൗമ്യ എന്ന സ്ത്രീ, ഇവരെയും ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ചലച്ചിത്ര നിർമ്മാണ മേഖലയിലുള്ള ജോഷി എന്ന ആളെയാണ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ എക്സൈസിന്റെ ചോദ്യം ചെയ്യലിന് വിധേയനാകുന്നതിനായി ബിഗ് ബോസിന്റെ വിന്നറായിരുന്ന ജിൻഡോ ഇവിടേക്ക് എത്തും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവരെല്ലാവരുമായി ബാങ്ക് ഇടപാടുകൾ ഉണ്ടായിരുന്നു. അതായത് തസ്ലീമയ്ക്കും സൗമ്യയ്ക്കും പണം കൈമാറിയവരാണ് ഇവർ എന്നുള്ളതാണ്. എന്തായിരുന്നു ഇവരൊക്കെ തമ്മിലുള്ള പണമിടപാടുകൾ എന്നുള്ളതാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. ഈ സൗമ്യയുടെ 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എക്സൈസ് എടുത്തിട്ടുണ്ട്, തസ്ലീമയുടെയും എടുത്തിട്ടുണ്ട്. ഈ സൗമ്യയുടെ 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ ഏകദേശം 120 പേജോളമുണ്ട്. ഈ ട്രാൻസാക്ഷനുകളിൽ പല സമയത്തും ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും ഉൾപ്പെടെ ഈ ജിൻഡോ ഉൾപ്പെടെയുള്ള ആളുകൾ, നമ്മൾ നേരത്തെ കണ്ട നിർമ്മാണ മേഖലയിലുള്ള ആളുകൾ, ഇവരൊക്കെ തന്നെയും ഇവർക്ക് പൈസ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ തുക എന്തിനു നൽകി എന്നുള്ള ചോദ്യം, അതായത് പണമിടപാടുകളെ സംബന്ധിച്ച് ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളതാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. അതിൽ തന്നെ ഇന്നലെ ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും ഒപ്പം തന്നെ സൗമ്യയും ഒരുമിച്ച് ഹാജരായപ്പോൾ ഇവർ തീരുമാനിച്ച, അല്ലെങ്കിൽ ഇവർ നൽകിയ ഒരു മറുപടി എന്ന് പറയുന്നത്, ഈ പണമിടപാടുകൾ നടന്നിട്ടുള്ളത് ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ടല്ല, മറിച്ച് അത് പെൺവാണിഭ ഇടപെടൽ, അതായത് ഇവർ ദ റിയൽ മീറ്റ് എന്നാണ് ഇവര് പെൺവാണിഭത്തിന് നൽകിയിരിക്കുന്ന കോഡ് നെയിം. ഈ റിയൽ മീറ്റ് ഇടപാടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്, അതിനുവേണ്ടിയുള്ള ട്രാൻസാക്ഷൻസ് ആണ് ഷൈൻ ടോം ചാക്കോയും ഒപ്പം തന്നെ ശ്രീനാഥ് ഭാസിയുമായി ഉള്ളത് എന്നുള്ളതാണ്. പക്ഷേ ശ്രീനാഥ് ഭാസിയുമായി ഈ കഞ്ചാവ് ചോദിക്കുന്ന ചാറ്റ്, ആ മൊഴികൾ പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയുമോ? കാരണം നമുക്കറിയാം, ലഹരിക്ക് വേണ്ടിയാണ് പണം നൽകിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഹരി കേസിൽ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി കേസിൽ അഴിക്കുള്ളിലാകും ഒരു പക്ഷേ താരങ്ങൾ. പക്ഷേ ഇതുപോലെ ഈ പെൺവാണിഭ ഇടപാടുകൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ഈ കേസിൽ കുടുങ്ങില്ല. അങ്ങനെ ആലപ്പുഴയിലെ ഈ കഞ്ചാവ് കേസിലടക്കം ഇത്തരം ലഹരി കേസുകളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഈ പ്രതികൾ ആസൂത്രിതമായി നൽകിയ മൊഴിയായി ഇതിനെ കാണേണ്ടതല്ലേ ശരണ്യ? തീർച്ചയായിട്ടും ടോം, ഇതിനകത്ത് ഇപ്പോ പെൺവാണിഭ ഇടപാടുകളാണെങ്കിൽ നിയമാനുസൃതമായി അതിന് മറ്റ് പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ്. നിയമപരമായ പ്രശ്നങ്ങൾ ഇപ്പോഴത്തെ നിയമം വഴി അത്തരം പ്രശ്നങ്ങൾ ഒന്നും തന്നെ അതിനകത്ത് ഇല്ല.
പ്രായപൂർത്തിയായ ആളുകളാണ് എങ്കിൽ പിന്നെ ആ നിയമപരമായ സാധ്യതകൾ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. ഈ പെൺവാണിഭ ഇടപാടിന് വേണ്ടിയാണ് തങ്ങൾക്ക് പണം നൽകിയത് എന്നുള്ളതാണ് സൗമ്യ നൽകിയിരിക്കുന്ന മൊഴി. അതേ മൊഴി തന്നെയാണ് ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഫാസിയും നൽകിയിട്ടുള്ളത്. അതായത് ഈ സൗമ്യ എന്ന സ്ത്രീയുമായി ഇവർക്ക് എല്ലാവർക്കും ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൽ സൗമ്യയുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും തുക നൽകിയിട്ടുണ്ട്. മാത്രമല്ല ചില തുകകൾ, അതായത് 25,000 മുതൽ 35,000 രൂപ വരെ ട്രാൻസാക്ഷൻസ് ചില ദിവസങ്ങൾ നടന്നിട്ടുണ്ട്. ചില ദിവസങ്ങൾ അത് 8,000-ഉം 2,000-ഉം 3,000-ഉമായി പല ട്രാൻസാക്ഷൻസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. അങ്ങനെ ഈ തുക, അതായത് പെൺവാണിഭത്തിനായി ഈ വലിയ തുകകൾ ഉപയോഗിച്ചു എന്ന് കരുതുമ്പോഴും ചെറിയ തുകകൾ ലഹരിക്കായി ആണ് എന്നുള്ള ഒരു ചോദ്യം ചെയ്യലിൽ നിന്ന് രക്ഷപ്പെട്ടത് ഇവർ പറഞ്ഞത് അല്ല. പെൺവാണിഭത്തിന് വേണ്ടിയുള്ള ഇടപാടുകളിൽ തങ്ങൾക്ക് കമ്മീഷനായി ലഭിച്ചിട്ടുള്ള തുകകളാണ് ഈ ചെറിയ എമൗണ്ടുകൾ എന്നുള്ളതാണ്. ഡയറക്റ്റ് അതിൽ ഇൻവോൾവ് ആയപ്പോഴാണ് ഈ വലിയ തുകകൾ ഇവർക്ക് ലഭിച്ചിട്ടുള്ളത് എന്നും ഇവർ പറയുകയും ചെയ്യുന്നുണ്ട്. അതായത് ആ രീതിയിലാണ് ഇപ്പോൾ ഇവർ ഈ മൊഴികൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ 3 മൊഴികളുമായി കണക്റ്റഡ് ആയിട്ട് തന്നെ ശ്രീനാഥ് ഫാസി ആണെങ്കിലും ഷൈൻ ടോം ചാക്കോ ആണെങ്കിലും ഒപ്പം ഈ സൗമ്യയും, ഇവർ 3 പേരും അഭിഭാഷകരുമായാണ് എത്തിയത്. സൗമ്യ അഭിഭാഷകയായിട്ടില്ല എത്തിയത്. പക്ഷെ ഇവർ ബാക്കിയുള്ള 2 പേരും എത്തി. ഇവർ എല്ലാവരും തുറന്ന് സമ്മതിക്കുന്ന ഒരു കാര്യം, സൗമ്യയും തസ്ലീമയുമായി ഇവർക്ക് ബന്ധമുണ്ട്. ആ ഇടപാടുകളെല്ലാം തന്നെ പെൺവാണിഭ ഇടപാടുകളാണ് എന്നുള്ളതാണ് ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു എക്സൈസിന് എവിഡൻസ് കിട്ടിയത് ശ്രീനാഥ് ഫാസിയുടെ ഒരു ഹൈബ്രിഡ് കേസും കഞ്ചാവ് ചോദിച്ചുകൊണ്ടുള്ള ഒരു ചാറ്റുമായാണ്. പക്ഷേ അതിനകത്ത് തന്നെ ആലപ്പുഴയിൽ എത്തിയ ഈ ഹൈബ്രിഡ് കഞ്ചാവുമായി ഇവരെ കണക്ട് ചെയ്യാനായി, സിനിമാ താരങ്ങളെ കണക്ട് ചെയ്യാൻ എക്സൈസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഈ ഇടപാടുകളെല്ലാം പെൺവാണിഭ ഇടപാടുകളാണ് എന്നുള്ള മൊഴിയിൽ സൗമ്യ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. സൗമ്യ ഇന്നലെ അവസാന ഘട്ടം വരെ പ്രതി ചേർക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നെങ്കിലും സൗമ്യയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഇനിയും, അതായത് ഈ കേസിന്റെ സംശയ ദൂരീകരണത്തിന് വേണ്ടിയുള്ള കൂടുതൽ വിവരങ്ങളും കുറെ കൂടി സ്ട്രോങ് ആയ എവിഡൻസും തേടേണ്ടതുണ്ട് എക്സൈസിന് എന്നുള്ളതാണ്. അതുകൊണ്ട് സൗമ്യയോട് വീണ്ടും ചോദ്യം ചെയ്യലിൽ ഹാജരാകേണ്ടി വരും എന്നുള്ള നിബന്ധന പുറത്തു തന്നെയാണ് സൗമ്യയെ ഇന്നലെ വിട്ടയക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ കേസിൽ ഏത് നിമിഷം വേണമെങ്കിലും പ്രതി ചേർക്കപ്പെടാവുന്ന ആളാണ് സൗമ്യ എന്നുള്ളതാണ്. സൗമ്യ മറ്റു ചില നടന്മാരെ കുറിച്ചുമൊക്കെ മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ കുറച്ചു നേരത്തെ കണ്ട ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരായ ജോഷി ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് തസ്ലീമയ്ക്കും സൗമ്യ അറിയില്ലെന്നാണ് ജോഷി പറയുന്നത്. തസ്ലീമയെ, ഇവർ ക്രിസ്റ്റീന എന്നാണല്ലോ സിനിമാ രംഗത്ത് അറിയപ്പെടുന്നത്, ടീനെ തനിക്ക് അറിയാം, അത് 5-6 വർഷമായി അറിയാവുന്ന ആളാണ്. പക്ഷേ പണമിടപാടുകളുണ്ട്. ആ പണമിടപാടുകൾ തന്നോട് ഭക്ഷണം കഴിക്കാൻ ഉൾപ്പെടെ പൈസ ചോദിക്കുന്ന സമയത്ത് താൻ ഇട്ടുകൊടുക്കുന്ന പൈസയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇങ്ങനെ എല്ലാവരും, ഈ വന്നവരെല്ലാവരും തന്നെ തസ്ലീമയുടെ, ഇപ്പൊ ജിൻഡോയും ചില ഇടങ്ങളിൽ പ്രതികരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ താൻ ഇട്ടുകൊടുക്കാറുണ്ട്. ഇവരെല്ലാവരും എങ്ങനെയാണ് ക്രിസ്റ്റീനയുമായി ബന്ധപ്പെടുകയും അവർക്ക് മാത്രം ഈ പണം ഇട്ടുകൊടുക്കുകയും ചെയ്യുന്നെന്നുള്ള ചോദ്യം സാമാന്യ യുക്തിയിൽ ഉയർന്നു വരുന്നതാണ്. അത്തരത്തിലുള്ള മൊഴികളാണ് ഇവർ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിനെയാണ് അന്വേഷണ സംഘം കുറെ കൂടി കീറി മുറിച്ച് പരിശോധിക്കേണ്ടത് എന്നുള്ളതാണ്. ഇപ്പോൾ ജോഷിയും പറഞ്ഞതുപോലെ താൻ പണം നൽകാറുണ്ടായിരുന്നു, പണം ഇടപാടുണ്ടെന്ന് എല്ലാവരും സ്ഥിരീകരിക്കുന്നു. ചിലർ പറയുന്നു അത് ഭക്ഷണത്തിന് വേണ്ടിയും മറ്റുമാണ് പലതവണ ഇട്ടുകൊടുത്തിട്ടുള്ളത്. അതേസമയം മറ്റവർ ചലച്ചിത്ര താരങ്ങൾ പെൺവാണിഭ ബന്ധങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ഒരുമിച്ച് കോഴിക്കോട് ജില്ലയുടെ അതിർത്തി മേഖലകൾ ഒരുമിച്ച് താമസിച്ച ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ ഇവരെ പങ്കുവെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നലെ ശ്രീനാഥ് ഫാസി ചോദ്യം ചെയ്തപ്പോൾ ഈ ഹൈബ്രിഡ് അല്ല കഞ്ചാവുമായി, ലഹരി വസ്തുക്കളുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകൾ സൗമ്യയുമായി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശ്രീനാഥ് ഫാസി എക്സൈസിനോട് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ തന്നെയും ഈ കേസിലേക്ക് ഇവരെ കണക്ട് ചെയ്യത്തക്ക രീതിയിലേക്ക് വന്നിട്ടില്ല. ഈ സൗമ്യയുടെയും തസ്ലീമയുടെയും ഇവർ തമ്മിലുള്ള ഒരു കണക്ഷൻസ് ഈ പറഞ്ഞ രീതിയിൽ അത് ലഹരി വിൽപ്പനയായിരുന്നു എന്നുള്ളൊരു കണ്ടെത്തലിലേക്ക് ഈ ട്രാൻസാക്ഷൻസ് എത്തിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. അത് ഒരുപക്ഷെ അതിലേക്കുള്ള ശ്രമം തന്നെയാണ്. കാരണം വളരെ കോൺഫിഡൻസോടുകൂടി തന്നെയാണ് എക്സൈസ് മുന്നോട്ട് പോകുന്നത്. മറ്റു ചില ചലച്ചിത്ര താരങ്ങളുടെയും ഒക്കെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ക്രോസ് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഇവർ പറഞ്ഞതുകൊണ്ട് മാത്രം അങ്ങനെ ഒരു ഇടപാടിലേക്ക് പോകാൻ അല്ലെങ്കിൽ ഇവരുടെ പേരുകൾ പറയാനാവില്ല. പക്ഷെ സിനിമാ മേഖലയിൽ വ്യാപകമായി പെൺവാണിഭ ഇടപാടുകളും ലഹരി ഇടപാടുകളും നടത്തുന്ന 2 പേരാണ് ഇവർ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതാണ് അതിന്റെ യാഥാർത്ഥ്യവും. പക്ഷേ നിയമാനുസൃതമായ ലൂപ്പ് ഹോളുകൾ ഉപയോഗിച്ച് തന്നെയാണ് ഇന്നലെ ഇവിടെ എത്തിയ 3 പേരും മൊഴി നൽകിയിട്ടുള്ളത്. ഇന്നിപ്പോ ജിൻഡോയാണ് ചോദ്യം ചെയ്യുക. ജിൻഡോയും പണമിടപാടുകൾ നടത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ആ പണമിടപാടുകൾ സംബന്ധിച്ച് ജിൻഡോ ചിലയിടങ്ങൾ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജിൻഡോയെ ചോദ്യം ചെയ്യുകയാണ്. രാവിലെ ചോദ്യം ചെയ്ത് വിട്ടയച്ചെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ചോദ്യം ചെയ്യുന്നതാണ് ജിൻഡോയെ. അതായത് ഈ ബിഗ് ബോസ് താരം ജിൻഡോയെ ഉച്ചയ്ക്ക് ശേഷം ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിട്ടുണ്ട്. രാവിലെ സിനിമാ മേഖലയുമായി പ്രവർത്തിക്കുന്ന
ജോഷിയെ ചോദ്യം ചെയ്തിരുന്നു. ഇവർക്ക് ലഹരി കേസിൽ ബന്ധമുണ്ടോ എന്നാണ് എക്സൈസ് പരിശോധിക്കുന്നത്. കോഴിക്കോട് കുന്നമംഗലം കാരന്തൂരിലെ ലോഡ്ജിൽ നിന്നും MDMA പിടികൂടിയ കേസിലെ മുഖ്യപ്രതി പിടിയിൽ. നൈജീരിയൻ സ്വദേശിയായ ഫ്രാൻസിസ്കൻസിയ ആണ് പിടിയിലായത്. നോയിഡയിലെത്തിയാണ് പോലീസ് ഇയാളെ പിടികൂടിയത്. നേരത്തെ പിടിയിലായ ടാൻസാനിയൻ സ്വദേശികളിൽ നിന്നാണ് പ്രതിയെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത്. ജനുവരി 21 നടന്ന പരിശോധനയിലാണ് 227 ഗ്രാം MDMA-യുമായി മുസമിൽ, അഭിനവ് എന്നിവർ അറസ്റ്റിലായത്. ആദ്യം ആളെ പിടിക്കുന്നു. ആളെ പിടിച്ച് ബാംഗ്ലൂർ അവിടെ നിന്ന് വരുന്ന ആൾക്കാർക്ക് നമ്മൾ നോക്കുന്നു. അതിനുശേഷം ടാൻസാനിയ സ്വദേശികളായ ആളുകളെ പഞ്ചാബിൽ പോയി അവരുടെ ഹബ്ബിൽ പോയി നമ്മൾ പിടിച്ചുകൊണ്ടുവരുന്നു. അതിനുശേഷം ഇന്റർമീഡിയറ്റിലെ ആൾക്കാരെ വീണ്ടും കണ്ടെത്തുന്നു, അവരെ പിടികൂടുന്നു. സ്റ്റുഡൻസ് ആയിട്ടുള്ള ആളുകൾ, കരിയർമാരായിട്ട് ഇവിടെ നിന്ന് ആൾക്കാരെ നമ്മൾ പിടികൂടുന്നു. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു ഫാർമസിസ്റ്റ് ആയിട്ടൊരാളെ ആണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ കുക്കിംഗ് ആയിട്ട് ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ പരിശോധിച്ച് വരികയാണ്. പക്ഷേ നമുക്ക് ഏറ്റവും വലിയ എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ആളുകൾ എവിടെയായാലും അവിടെ പോലീസ് എത്തുന്നു എന്നതാണ്. ഡൽഹിയിലെ നോയിഡയിൽ പോയാണ് ഇപ്പം നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ബംഗളൂരു ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ MDMA കുക്ക് ചെയ്ത് അത് കേരളത്തിൽ ഉൾപ്പെടെ വിതരണം ചെയ്യുന്നുവെന്ന വിവരങ്ങൾ നേരത്തെ ലഭ്യമായതാണ്. അതിന് പിന്നിൽ ഈ രാജ്യാന്തര ലഹരി മാഫിയയുടെ പങ്കൊക്കെ പുറത്തു വന്നതാണ്. ഇപ്പോൾ പിടിയിലായിട്ടുള്ള, അതായത് കോഴിക്കോട് കുന്നമംഗലത്തെ MDMA കേസിൽ പിടിയിലായി നൈജീരിയൻ സ്വദേശി ഇങ്ങനെ കഞ്ചാവ് MDMA കുക്ക് ചെയ്ത് അത് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനി എന്ന് തന്നെയല്ലേ ഈ പോലീസിന്റെ ഈ SCPയുടെ വാക്കുകൾ നിന്ന് മനസ്സിലാക്കേണ്ടത്? ടോം, ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, നമുക്ക് ഈ അടുത്ത കാലത്തായി വളരെയധികം ലഹരി കേസുകൾ പിടിക്കുന്നുണ്ട്. പക്ഷേ അത് പലപ്പോഴും 5 ഗ്രാം കഞ്ചാവ്, 10 ഗ്രാം കഞ്ചാവ്, 50 ഗ്രാം കഞ്ചാവ്, ചിലപ്പോൾ 2-3 കിലോഗ്രാം കഞ്ചാവ്, അല്ലെങ്കിൽ 10 ഗ്രാം MDMA, ഇങ്ങനെ ചെറിയ ചെറിയ അളവുകൾ ആയാണ് പിടിക്കുന്നത്. അപ്പോൾ പലപ്പോഴും പലരും ഉയർത്തുന്ന വിമർശനം, താഴെ തട്ടിലുള്ള ഈ വാങ്ങുന്ന ആളുകളെ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ആളുകളെ മാത്രമേ പിടിക്കുന്നുള്ളൂ. ഇതിന്റെ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നവർ, ഇത് ഉൽപ്പാദിക്കുന്നവർ തുടങ്ങിയവരൊക്കെ വലിയ കണ്ണികൾ പലപ്പോഴും രക്ഷപ്പെട്ടു പോകുന്നു. ഈ കേവലം ഉപയോഗിക്കുന്നവരിലേക്ക് മാത്രം അന്വേഷണം പരിമിതപ്പെടുന്നു എന്ന പരാതിയാണ് പലപ്പോഴും ഉന്നയിച്ചിരുന്നത്. പക്ഷേ ഇതിനൊരു അപവാദമാണ് ഇപ്പോൾ കുന്നമംഗലം പോലീസ്, ഈ മെഡിക്കൽ കോളേജ് SCPയുടെ നേതൃത്വത്തിലുള്ള ആ സംഘം നടത്തിയ ഈ അന്വേഷണമെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ജനുവരി 21-ന് 227 ഗ്രാം MDMA-യുമായാണ് കാരന്തൂരിലെ ലോഡ്ജിൽ നിന്നും 2 പ്രതികളെ പിടികൂടിയത്, 2 ആളുകളെ പിടികൂടിയത്. ഇവരിൽ നിന്നുമുള്ള അന്വേഷണമാണ് പിന്നീട് ഈ മറ്റ് തലങ്ങളിലേക്ക് പോയത്. ആദ്യം പിടിയിലായവർ മുസമിൽ, അഭിനവ് എന്ന 2 യുവാക്കളായിരുന്നു. യുവാക്കളെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ മുഹമ്മദ് ഷമീൽ എന്നയാളിലേക്ക് അന്വേഷണം നീണ്ടത്. ഈ മുഹമ്മദ് ഷമീലാണ് ബംഗളൂരുവിൽ നിന്നും കോഴിക്കോട്ടേക്ക് ഈ MDMA എത്തിച്ചു നൽകിയ ആൾ. അങ്ങനെ മുഹമ്മദ് ഷമീലിലേക്ക് പോയപ്പോൾ അവിടെ നിന്നും അന്വേഷണം പിന്നെ പഞ്ചാബിലേക്ക് നീങ്ങുകയാണുണ്ടത്. പഞ്ചാബിൽ ചെന്നാണ് ടാൻസാനിയൻ സ്വദേശികളായ ഡേവിഡ് എൻഡമി, അൽക്ക ഹറൂണ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അതായത് പഞ്ചാബ് പോലീസിനെ പോലും അറിയിക്കാതെ പഞ്ചാബിൽ പോയി ഈ 2 ടാൻസാനിയക്കാരെ പിടിച്ചുകൊണ്ടുവന്നത് വലിയ ഒരു സവിശേഷമായ ശ്രദ്ധ ആവശ്യിച്ച ഒരു കേസായിരുന്നു. അന്ന് പഞ്ചാബിൽ അന്വേഷണത്തിനായി എത്തിയപ്പോൾ പഞ്ചാബ് പോലീസ് പോലും കേരള പോലീസിനെ പരിഹസിച്ചു എന്നാണ് പറയുന്നത്. കാരണം കേവലം 227 ഗ്രാം MDMA-ക്ക് വേണ്ടി നിങ്ങൾ കേരളത്തിൽ നിന്നും പഞ്ചാബ് വരെ വന്ന് അന്വേഷണം നടത്തുന്നത് അങ്ങേയറ്റം രസകരമായ കാര്യമാണ്, കൗതുകകരമായ കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ച് വിടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. ഇതിനുശേഷമാണ് പിന്നീട് ഈ ടാൻസാനിയക്കാരെ കേന്ദ്രീകരിച്ച് വീണ്ടും അന്വേഷണം നടത്തുകയും ഇവരുടെ അക്കൌണ്ടിലേക്ക് ഫണ്ട് എത്തുന്ന ഉറവിടം പോലീസ് പരിശോധിക്കുകയും ചെയ്തു. അങ്ങനെ ആഴ്ചകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് നൈജീരിയക്കാരനായ ഇതിന്റെ മുഖ്യ കണ്ണിയെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പിടികൂടിയിരിക്കുന്നത്. ഇയാളെ ഫ്രാൻസിസ്കൻസിയ എന്ന ആളെ പിടികൂടിയിരിക്കുന്നത് നോയിഡയിൽ നിന്നാണ്. നോയിഡയിൽ പോയി ദിവസങ്ങളോളം നിരീക്ഷണം നടത്തിയ ശേഷം ഇയാൾ താമസിക്കുന്ന ഇടങ്ങളിലും മറ്റുമൊക്കെ പോയി ഇയാൾ പോകുന്ന മറ്റു ഇടങ്ങൾ നിരീക്ഷണത്തിലാക്കി. ഏറ്റവും ഒടുവിലാണ് ഇയാൾ ഒറ്റയ്ക്ക് പോയ ഒരു സമയത്ത് പോലീസ് സംഘം ഇയാളെ കസ്റ്റഡി എടുത്തു. ആ സമയത്ത് വലിയ പ്രതിരോധം ഇയാൾ ഉയർത്തിയിരുന്നു. വലിയ ആരോഗ്യ ദൃഢവാനായ ഒരാളാണ്. അയാൾ പോലീസുകാർക്കെതിരെ അക്രമം നടത്തുന്നതിലൊക്കെ ചെയ്തു. പക്ഷേ പോലീസുകാർ വിദഗ്ധമായി തന്നെ അയാളെ പിടികൂടിയ ശേഷം കേരളത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഇയാളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് നോയിഡയിൽ തന്നെയാണ് ഇതിന്റെ കുക്കിംഗ്, ഈ മെത്താമെറ്റഫിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഇടത്തിന് നിർമ്മിക്കുന്ന ആ പ്രോസസ്സിന് പോലീസ് ഭാഷയിൽ കുക്കിംഗ് എന്നാണ് പറയുന്നത്. അത്തരത്തിൽ കുക്ക് ചെയ്യുന്ന കിച്ചണുകൾ
ആളുകളൊക്കെ ആ മേഖലയിൽ ഉണ്ട് എന്നാണ് ഇപ്പോൾ നൽകുന്ന മൊഴി. അതായത് ഡൽഹിയിൽ, നോയിഡയിൽ, ബാംഗ്ലൂരിൽ, ഗോവയിൽ ഒക്കെ നിർമ്മിക്കുന്ന MDMA ആണ് പലപ്പോഴും കേരളത്തിലേക്ക് എത്തിക്കുന്നത്. അതിന് പലതരത്തിലുള്ള കണ്ണികളാണ്. ഇപ്പോൾ തന്നെ ഏതാണ്ട് 5 ലെയറാണ് ഈ അന്വേഷണത്തിന് പോലീസിന് എത്തിപ്പെടാൻ കഴിഞ്ഞിരിക്കുന്നത്. ആദ്യം ഈ കാരന്തൂരിലെ ലോഡ്ജിൽ ഈ ലഹരി ഇടപാട് നടത്തിയ ആളുകൾ, അവരിലേക്ക് എത്തിച്ച ബംഗളൂരുവിലെ ആള്, പിന്നീട് അവർക്കിത് നൽകിയ പഞ്ചാബിലെ ടാൻസാനിയൻ സ്വദേശികൾ, ഇവരുടെ ഇടനിലക്കാരനായി ഗോവയിലുള്ള ഒരാൾ, അതിനുശേഷം ഇപ്പോൾ നോയിഡയിൽ ഇതിന്റെ പ്രധാന വിതരണക്കാരൻ. ഏറ്റവും ശ്രദ്ധേയം, ഈ നൈജീരിയയിൽ നിന്നും പഠിക്കാനാണ് എന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ പഠനം എന്ന് പറഞ്ഞാണ് ഈ നൈജീരിയൻ സ്വദേശി ഇന്ത്യയിൽ തങ്ങുന്നത്. അയാൾ പക്ഷേ ഒരിടത്തും പഠിക്കുന്നില്ല, ഒരു ഫാർമസിസ്റ്റായി ജോലി ചെയ്യുന്നു എന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ മനസ്സിലായത്. ഒരു ഫാർമസിസ്റ്റായി ജോലി ചെയ്യുമ്പോൾ ഇത്തരം രാസപദാർത്ഥങ്ങൾ എത്തിക്കുന്നതിനും അതിന്റെ ഈ നമുക്കറിയാം, രാജ്യത്ത് ഈ നൈജീരിയ ഉൾപ്പെടെയുള്ള പല വിദേശ രാജ്യങ്ങളിൽ നിന്ന് നിരവധി വിദ്യാർത്ഥികൾ ഇവിടെ പഠനാവശ്യത്തിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവരൊക്കെ കാരണം നമുക്കറിയാം, ഈ സമീപകാലത്ത് ഈ MDMA ഉൾപ്പെടെയുള്ള സിന്തറ്റിക് ഡ്രഗുകളുമായി പിടികൂടിയ ഈ വിദേശ പൗരന്മാരെ, അവരെക്കുറിച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ അവർ പഠനത്തിന് വേണ്ടി ഇവിടെ എത്തിയതാണ്. പക്ഷെ പിന്നീട് ലഹരി ഇടപാടിലേക്കും മാറുന്നു. അങ്ങനെ ലഹരിയുടെ പ്രധാന കേന്ദ്രങ്ങളായി ഇവർ മാറുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഈ കുന്നമംഗലത്തെ കേസിൽ, MDMA കേസിൽ പിടിയിലായ നൈജീരിയൻ സ്വദേശിയെ കൂടാതെ ഈ കേസിൽ കൂടുതൽ പേരുടെ പങ്ക് പരിശോധിക്കേണ്ടതല്ലേ? ഇതുപോലുള്ള വിദേശ പൗരന്മാരെ പരിശോധനയ്ക്ക്, കേസുമായി ബന്ധപ്പെട്ട് ഇത്തരം ലഹരി കേസുകളിലൊക്കെ കൃത്യമായി നിരീക്ഷിക്കേണ്ടതല്ലേ അനീഷ്? അങ്ങനെയുള്ള പരിശോധനകൾ നടക്കുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പഞ്ചാബുകാരനിൽ നിന്നും ഗോവക്കാരനിലേക്ക് പോകുന്നു, ഗോവയിൽ നിന്നും നോയിഡയിലേക്ക് പോകുന്നു. അവർ തമ്മിൽ നേരിട്ട് ബന്ധപ്പെടുത്തുന്ന ഒരു ബന്ധം ഈ നൈജീരിയക്കാരനുമായി ബന്ധപ്പെട്ടാണ്. ഏറ്റവും രസകരമായ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്നതിനായാണ് നൈജീരിയയിൽ നിന്നും ഇന്ത്യയിലേക്ക്, നോയിഡയിലേക്ക് എത്തിയെന്നാണ് ഇയാൾ പറയുന്നത്. പക്ഷേ ഇയാൾ ബെൻസ് കാറിലാണ് അയാളുടെ സഞ്ചാരം. ഒപ്പം ഏറ്റവും അത്യാഡംബരപൂർവ്വമായുള്ള ഫ്ളാറ്റിനാണ് ഇയാൾ താമസിച്ചു വരുന്നത്. ഫ്ളാറ്റിലെ സൗകര്യങ്ങളൊക്കെ ഏറ്റവും വലിയ ലക്ഷപ്രഭുക്കൾ താമസിക്കുന്നതിന് തുല്യമായ സജ്ജീകരണങ്ങളോടെയാണ് ഇയാൾ താമസിക്കുന്നത്. ഇയാൾ ഷോപ്പിങ്ങിന് പോകുന്നതൊക്കെ ഏറ്റവും മുന്തിയ ഷോപ്പുകളിലാണ്. അങ്ങനെ ഏതാനും ദിവസങ്ങളായി പോലീസ് ഇയാളോടൊപ്പം തന്നെ, അയാളുടെ നിഴൽ പോലെ ഇയാളെ പിന്തുടരുകയായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ആ നിരീക്ഷണത്തിൽ തന്നെ മനസ്സിലായി ഇയാൾ വിദ്യാർത്ഥിയെന്ന് അവകാശപ്പെടുമ്പോഴും പഠിക്കാൻ പോകുന്നില്ല. ഏറ്റവും മുന്തിയ ആഡംബര ഫ്ളാറ്റിലാണ് താമസിക്കുന്നത്. ഏറ്റവും ഉയർന്ന ബെൻസിന്റെ കാറിലാണ് സഞ്ചരിക്കുന്നത്. ഏറ്റവും മുന്തിയ സ്ഥാപനങ്ങളിലാണ് ഇയാൾ സാധന സാമഗ്രികൾ വാങ്ങാൻ പോകുന്നത്. അങ്ങനെ ഏറ്റവും ഉയർന്ന രീതിയിലുള്ള ഒരു നടപടിക്രമങ്ങളാണ്. അക്കൗണ്ടിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടക്കുന്നു. പക്ഷേ ഇയാളുടെ പക്കൽ നിന്നും 7 മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തെങ്കിൽ പോലും ഒറ്റ ഫോണും ഇയാളുടെ സ്വന്തം സിമ്മിലോ അല്ലെങ്കിൽ ഇയാളുടെ സുഹൃത്തുക്കളുടെ ഒന്നുമല്ല. വിദൂര സ്ഥലങ്ങളിലുള്ള ആളുകളുടെ പേരിലുള്ള സിം കാർഡുകളാണ് ഉപയോഗിക്കുന്നത്. ഒപ്പം ഈ അക്കൗണ്ടുകൾ പലപ്പോഴും പല വിദ്യാർത്ഥികളടക്കമുള്ളവരുടെ പേരിലുള്ള അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നു. അങ്ങനെ അടി മുതൽ മുടി വരെ ഒരു തട്ടിപ്പുകാരൻ അല്ലെങ്കിൽ എങ്ങനെ ഒരു കുറ്റകൃത്യത്തിലേക്ക് കൃത്യമായി ഇറങ്ങണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ നോയിഡ പോലുള്ള ഒരു സ്ഥലത്ത് കുക്കി നടത്തി അവിടുന്ന് ഗോവയിലേക്കും പഞ്ചാബിലേക്കും സാധനങ്ങൾ കൈമാറി കേരളത്തിലെ ഏറ്റവും വിദൂരമായ ഒരിടത്തേക്ക് ഈ MDMA എത്തിക്കേണ്ടത് എന്ന രീതിയിലുള്ളൊരു കൃത്യമായ പരിശീലനം, അതിന്റെ ഒരു കൃത്യമായ രീതി ഇയാൾക്കുണ്ട്. ഏറ്റവും കൗതുകരമായ കാര്യം, ഇയാൾ മദ്യപിക്കുകയോ മയക്കുമരുന്ന് ഉപയോഗിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കൃത്യമായി ഇതിന്റെ ദോഷഫലങ്ങൾ അറിയാം. ഇത് വലിയ തോതിൽ ഉണ്ടാക്കുന്നു, ഇത് വൻതുകയ്ക്ക് വിൽക്കുന്നു, ഇടനിലക്കാർ വഴി വിവിധ ഇടങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. പക്ഷേ അപ്പോഴും ഇയാൾ ഇത് ഉപയോഗിക്കുന്നില്ല. മറിച്ച് ഇതുകൊണ്ട് പൂർണ്ണമായും കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്ന രീതിയിലുള്ള ഒരു മാർഗമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇയാൾ ഈ മരത്തിന്റെ ഏറ്റവും താഴത്തെ വേരാണ് എന്നൊന്നും പോലീസ് കരുതുന്നില്ല. ഇതിനേക്കാൾ ആഴ്ന്നിറങ്ങിയ വേരുകൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടാവാം. ഈ നൈജീരിയക്കാരനെ ലഭിച്ചതോടുകൂടി ഇതിന് അകത്ത് അന്താരാഷ്ട്ര തലത്തിലുള്ള മറ്റു ബന്ധങ്ങൾ, ഈ പുറത്തുനിന്നുള്ള സഹായം ലഭിക്കുന്നുണ്ടോ, ഇതിന്റെ ഉപയോഗിക്കാനുള്ള വസ്തുക്കൾ, ഇതിന്റെ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്ന രാസപദാർത്ഥങ്ങൾ എവിടെ നിന്നാണ് എത്തിക്കുന്നത് തുടങ്ങിയുള്ള വളരെയധികം കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ ഘട്ടത്തിൽ പൂർണ്ണമായും ഇയാൾ പോലീസിന്റെ ചോദ്യം ചെയ്യലുകൾക്ക് മറുപടി നൽകുന്നൊന്നുമില്ല. ഇയാളുടെ പാസ്പോർട്ട് പോലും ഇതുവരെ പോലീസിന് നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് വളരെ സമഗ്രമായ അന്വേഷണം ഈ 200 ഗ്രാം MDMAക്ക് വേണ്ടി ഇനിയും പോലീസ് നടത്തുക തന്നെ ചെയ്യും. ഈ കേസുമായി ബന്ധപ്പെട്ട ഊർജിതമായ അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. വിദേശ പൗരന്മാരിലേക്കാണ് കുന്നമംഗലം MDMA കേസിന്റെ അന്വേഷണം നീങ്ങുന്നത്. നിലവിൽ 3 വിദേശികൾ, ടാൻസാനിയൻ, നൈജീരിയൻ സ്വദേശികൾ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്.
കളമശ്ശേരി പോളിടെക്നിക് കഞ്ചാവ് കേസിൽ 4 വിദ്യാർത്ഥികളെ കോളേജ് പുറത്താക്കി. മുറിയിൽ നിന്നും കഞ്ചാവ് കണ്ടെടുത്ത ആകാശ്, ആദിത്യൻ, അഭിരാജ്, അനുരാജ് എന്നീ വിദ്യാർത്ഥികളെയാണ് പുറത്താക്കിയത്. പുറത്താക്കിയ വിദ്യാർത്ഥികൾക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് അനുവദിക്കില്ല. ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആജ്ഞ, എന്തായാലും കോളേജിന്റെ ഭാഗത്തുനിന്ന് മാതൃകാപരമായ നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഈ ഒരു നടപടി, ഈ സസ്പെൻഷൻ നടപടി അല്പം വൈകിപ്പോയെന്ന് കരുതണോ? എന്തുകൊണ്ടാണ് ഇത്രയധികം നീണ്ടുപോയത് ഇവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ? ടോം, ഈ കഞ്ചാവ് കേസിൽ ഇവർ പിടിയിലാതിനെ തുടർന്ന് കോടതിയുടെ അനുമതിയോട് കൂടിയാണ് ഈ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത്. അതായത് ഈ കേസിൽ ഉൾപ്പെട്ടാലും വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിൽ അവരുടെ എഡ്യൂക്കേഷണൽ കാലം പൂർത്തീകരിക്കാനുള്ള അവസരം നൽകണമെന്നൊരു സാധ്യത നിയമം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജയിലിൽ പോയിട്ടുള്ള ആളുകൾക്കും പഠിക്കാനുള്ള അവസരം നൽകുന്നതെന്നാണ് അത് കൃത്യമായി വിവക്ഷിക്കുന്നത്. അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ പഠന കാലയളവ് പൂർത്തിയാക്കാൻ കോടതിയുടെ അനുമതിയോടുകൂടി തന്നെയാണ് ഇവർ പരീക്ഷ എഴുതാൻ വന്നത്. പക്ഷേ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ഇവർ നൽകില്ല, പോളിടെക്നിക് നൽകില്ല എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. അത് വിദ്യാഭ്യാസ സ്ഥാപനത്തിന് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ഇത്രയധികം വിവാദമായിട്ടുള്ള ഒരു കേസ്, അതും പ്രത്യേകിച്ചും ലഹരി കേസ്, 1.9 കിലോഗ്രാം കഞ്ചാവ് ആകാശിന്റെ മുറിയിൽ നിന്നും പിടിച്ചെടുക്കുന്നു. അതുപോലെ 1.9 ഗ്രാം കഞ്ചാവ് മറ്റു കുട്ടികളുടെ മുറിയിൽ നിന്നും പിടിച്ചെടുക്കുന്നുണ്ട്. രണ്ടാമത്തത് ജാമ്യം ലഭിക്കുന്ന കേസാണെങ്കിൽ കൂടിയും 1.9 കിലോഗ്രാം എന്നുള്ളത് ജാമ്യം ലഭിക്കുന്ന വകുപ്പുമല്ല. ഇത്തരത്തിൽ വലിയ, അതായത് ഇതര സംസ്ഥാന തൊഴിലാളികൾ നിരന്തരം കഞ്ചാവ് എത്തിക്കുന്ന സാഹചര്യമൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് വെളിപ്പെട്ടതാണ്. മാത്രമല്ല, കേരളത്തിന്റെ വിദ്യാലയ സംസ്കാരത്തിലേക്ക് അങ്ങേയറ്റം കരുതൽ വീട്ടുന്ന ഒരു വെളിപ്പെടുത്തൽ കൂടിയാണ് ഈ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നത്. അങ്ങനെ ഒരു സാഹചര്യം കൂടി ഇരിക്കുമ്പോൾ ഈ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പരിരക്ഷ അല്ലെങ്കിൽ ഇളവുകൾ ഇത്തരം കേസുകളെ സാരമായി ബാധിക്കാമെന്നൊരു നിരീക്ഷണമാണ് വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് നൽകില്ല എന്നൊരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. പോളിടെക്നിക് എത്തിയിരിക്കുന്നത് അങ്ങനെ സാഹചര്യത്തിലാണ്. അത് മാത്രമല്ല, ഇവരുടെ റിസൾട്ട്, പരീക്ഷാഫലം തടഞ്ഞു വെക്കാനുള്ള ഒരു സാഹചര്യം കൂടി, പരീക്ഷ എഴുതിക്കാം എന്നുള്ളത് അല്ലാതെ ഇവരുടെ റിസൾട്ട് തടഞ്ഞു വെക്കാനുള്ള ഒരു കാര്യം കൂടി ആലോചനയിലാണ്. എന്തായാലും അങ്ങേയറ്റ അഭിനന്ദനാർഹമായ ഒരു നീക്കം തന്നെയാണ് പോളിടെക്നിക്കിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇത്തരത്തിൽ ഉള്ള കേസുകളിൽ പെടുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നേരിടാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷകളിലൊന്നു തന്നെയാണ് അവര് എന്താണ് പൂർത്തീകരിക്കാൻ ഉദ്ദേശിച്ചത് അതിനുള്ള അവസരം നൽകാതിരിക്കുക, അല്ലെങ്കിൽ ആ ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ള അതിന് വിഘാതമുണ്ടാകും ഇത്തരത്തിലുള്ള കേസുകളിൽ ചെന്ന് പെട്ടാൽ എന്നൊരു മെസ്സേജ് കൂടി നൽകുന്നുണ്ട് ഈ ഒരു നീക്കം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കേട്ടോ. ഈ കേസിൽ പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ് നീങ്ങുന്നത്? പ്രത്യേകിച്ചും ഈ കോളേജ് ഹോസ്റ്റലിലേക്ക് 7 തവണ കഞ്ചാവ് എത്തിച്ചെന്ന് അറസ്റ്റിലായ വിദ്യാർത്ഥികൾ പോലീസിന് മൊഴി നൽകിയതാണ്. ഈ നിലവിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത ഈ 4 വിദ്യാർത്ഥികളെ കൂടാതെ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ഈ കേസിൽ പങ്കുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. കാരണം ലഹരി ഉപയോഗിച്ചവരുണ്ട്. ലഹരി കാരണം ഈ 4 പേർ മാത്രമല്ലല്ലോ, ഇവിടെ നിരവധി വിദ്യാർത്ഥികൾക്ക് വേണ്ടി 2 കിലോയോളം കഞ്ചാവ് അവിടെ എത്തിച്ചെന്ന് വ്യക്തമായിരുന്നു. നിരവധി വിദ്യാർത്ഥികൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഉപയോഗിച്ചവർക്കെതിരെ നടപടി ഉണ്ടാകുമോ, അതോ ഈ വിൽപ്പന നടത്തിയ, ഇടപാട് നടത്തിയവർക്കെതിരെ മാത്രമാണോ കോളേജും അതോടൊപ്പം പോലീസും നടപടി സ്വീകരിക്കുക? അതായത് ഇപ്പൊ 4 പേരാണ് കസ്റ്റഡിയിൽ റിമാൻഡിലുള്ളത്. അതേസമയം 2 പേരെ സ്റ്റേഷൻ ജാമ്യത്തിൽ അന്ന് തന്നെ വിട്ടയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മൊത്തം 6 വിദ്യാർത്ഥികളായിരുന്നു കേസിൽ പെട്ടിരുന്നത്. അങ്ങനെ ഒരു ഇത് വരുമ്പോൾ, അതായത് 9 ഗ്രാം കഞ്ചാവ് കൈവശം വെച്ചിരുന്നവരാണ് സ്റ്റേഷൻ ജാമ്യത്തിൽ പോയിരുന്ന സാഹചര്യമുള്ളത്. അതേസമയം ടോം സൂചിപ്പിച്ചതുപോലെ അന്ന് തന്നെ, അതായത് കുട്ടികൾക്കെതിരെ ഉപയോഗിച്ച കുട്ടികൾക്കെതിരെയും കുട്ടികളുടെ മൊഴിയൊക്കെ പോലീസ് എടുത്തിരുന്നു. പക്ഷെ അവർക്കെതിരെ അന്ന് നടപടികൾ ഉണ്ടായില്ല എന്നാണ്. പക്ഷേ ഈ കഞ്ചാവ് ഇവിടെ പോളിടെക്നിക്കിൽ എത്തിക്കുന്ന 7 തവണയോളം കഞ്ചാവ് എത്തിച്ചു എന്ന് പറയുമ്പോഴും ഇത് എത്തിച്ചിരുന്ന ഇതര സംസ്ഥാനത്തുള്ള സുഹൈൽ എന്ന ആളാണ്. അയാൾ ഒരു ദിവസം 1000 രൂപ ആയിരുന്നു റെമ്യൂണറേഷൻ നൽകിയിരുന്നത്. ഈ കഞ്ചാവ് എത്തിച്ചിരുന്ന ആളുകൾക്ക് നൽകിയിരുന്ന
പ്രതിഫലം എന്ന് പറയുന്നത് 1000 രൂപയായിരുന്നു. ആ തരത്തിൽ തന്നെ, അതായത് പോക്കറ്റ് മണി എന്നുള്ള തരത്തിലേക്കും അതുപോലെ ഇവരുടെ അക്കൗണ്ടിലേക്ക് പണം കൈമാറിയതിനുള്ള തെളിവുകളും ഒക്കെ ആ സമയത്ത് പോലീസ് കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കളമശ്ശേരി പോളിടെക്നിക്കൽ റെയ്ഡിൽ പിടിച്ച വലിയ എമൗണ്ട്, വലിയ അളവിലുള്ള കഞ്ചാവ് ആ സമയത്തുള്ള അതായത് ലഹരി വിരുദ്ധ സ്ക്വാഡുകൾക്ക് വലിയ ഒരു ഞെട്ടലുണ്ടാക്കിയ കേസ് തന്നെയാണ്. അതേ തുടർന്ന് ക്യാമ്പസുകളിൽ അങ്ങനെ ഈസി ആയിട്ട് എൻ്റർ ചെയ്യാൻ പറ്റില്ല ക്യാമ്പസുകളെങ്കിൽ പോലും ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ ക്യാമ്പസുകളിൽ പരിശോധന നടത്തുമെന്ന് കഴിഞ്ഞ ദിവസം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ നമ്മളോട് തന്നെ പ്രതികരിച്ചതാണ്. എന്തായാലും ഈ 18 അതായത് ചെറിയ പ്രായത്തിലുള്ള കുട്ടികളാണ്, പ്രത്യേകിച്ച് 20 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് ഇതിൽ ഇരകളാകുന്നതും അല്ലെങ്കിൽ ഇതിൽ വാഹകരാകുന്നതും എന്നുള്ളതും ശ്രദ്ധേയമാണ് എന്ന് ഉള്ളത് വാസ്തവമാണ്. അത് ആ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളെ കൂടുതൽ പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ലഹരി പരിശോധനകൾ ശക്തമാക്കിയതിന്റെ ഭാഗമായി ഈ ഇൻഫർമേഷൻ കിട്ടുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ക്യാമ്പസുകളിലേക്ക് ഇവർക്ക് വ്യക്തമാണ്. ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് ഈ സംഭവത്തിന് പിന്നാലെ കളമശ്ശേരി കോളേജ് ഹോസ്റ്റലിലെ ലഹരി കേസിന് പിന്നാലെ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് പോലീസിന്റെയും എക്സൈസിന്റെയും പരിശോധനകൾ തുടരുന്നുമുണ്ട്. തിരുവനന്തപുരം പോത്തൻകോട്ടെ നാട്ടുകാർക്ക് ആ ദിവസം ഇപ്പോഴും പേടി സ്വപ്നമാണ്. അവരുടെ ചെവികളിൽ ഇപ്പോഴും ഗുണ്ടകളുടെ ആക്രോശത്തിന്റെ ശബ്ദവും കുട്ടികളുടെ നിലവിളിയും മുഴങ്ങുന്നുണ്ട്. ഗുണ്ടാ കുടിപ്പകയെ തുടർന്ന് വെറും 7 മിനിറ്റ് കൊണ്ട് നടത്തിയ ക്രൂരമായ കൊലപാതകം 4 വർഷം മുൻപ്, അതായത് 2021 ഡിസംബർ 11-നാണ് മംഗലപുരം സ്വദേശി സുധീഷിനെ 11 പേരടങ്ങുന്ന സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. പ്രമാദമായ പോത്തൻകോട് സുധീഷ് വധക്കേസിൽ 11 പ്രതികളും കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. നെടുമങ്ങാട് പട്ടികജാതി വർഗ പ്രത്യേക കോടതിയാണ് പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. ഇവർക്കുള്ള ശിക്ഷ നാളെ വിധിക്കും. വി വിനോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനോദ്, നമുക്കറിയാം ഈ കൊലപാതകം നടത്തിയ ശേഷം ഈ യുവാവിൻ്റെ സുധീഷിൻ്റെ കാല് വെട്ടിയെറിഞ്ഞ് അങ്ങനെ അത്രയ്ക്കും നിഷ്ഠൂരമായിട്ടുള്ള ക്രൂരമായിട്ടുള്ളൊരു കൊലപാതകമായിരുന്നു അത്. ഈ പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഇവർക്ക് ഏതൊക്കെ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ തെളിഞ്ഞിരിക്കുന്നത്? പ്രോസിക്യൂഷൻ്റെ പ്രതികൾക്ക് ഏത് രീതിയിൽ ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ്റെ വാദം? ടോം, പ്രമാദമായ ഒരു കേസാണ്. കുടിപ്പകയുടെ പേരിൽ നടന്ന പട്ടാപ്പകൽ നടന്ന ഒരു കൊലപാതകമാണ്. അതായത് സുധീഷ് എന്ന ഒരു ഗുണ്ടാ സംഘത്തിൽ ഉൾപ്പെട്ട ആളാണ് കൊല ചെയ്യപ്പെട്ടത്. ഈ നേരത്തെ 2 സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുണ്ടായി. ഇതിൽ ഈ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട 11 പ്രതികളിൽ അതിൽ 1-ാം പ്രതിയായ സുധീഷ് ഉണ്ണി, ഇയാളുടെ പേരും സുധീഷ് എന്ന് തന്നെയാണ്, കൊല്ലപ്പെട്ട ആളിൻ്റെ പേരും സുധീഷ് എന്ന് തന്നെയാണ്. ഇപ്പോൾ ഈ ശിക്ഷിക്കപ്പെടാൻ ഇന്ന് കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയ പ്രതികളിൽ 1-ാം പ്രതി സുധീഷ് ഉണ്ണിയുമായി നേരത്തെ ഈ കൊല്ലപ്പെട്ട സുധീഷിന് ചില തർക്കങ്ങളുണ്ടായിരുന്നു. ഇരു സംഘങ്ങളും ഏറ്റുമുട്ടുകയും അന്ന് സുധീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആക്രമിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പ്രതികാരമായാണ് ഈ കൊലപാതകം നടന്നത്. തനിക്ക് നേരെ ആക്രമണം ഉണ്ടാകുമെന്ന് സുധീഷിന് ഉറപ്പായിരുന്നു. ഈ സംഭവത്തിന് ശേഷം സുധീഷ് ഒളിവിൽ പോയി. പിന്നീട് പോത്തൻകോട് ഉള്ള ബന്ധുവിൻ്റെ വീട്ടിലേക്കാണ് വരുന്നത്. അവിടെ ഒരു കോളനിയാണുള്ളത്. ആ കോളനിയിൽ ഒരു വീട്ടിലാണ്, ബന്ധുവിൻ്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഈ കോളനിയിൽ താമസിക്കുമ്പോൾ അടുത്ത ബന്ധു ഒറ്റുകൊടുക്കുകയായിരുന്നു. ഇങ്ങനെ എതിർ സംഘത്തിന് ഒറ്റുകൊടുത്തതോടുകൂടിയാണ് ഈ കൊലപാതകത്തിനുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. പോത്തൻകോടിനടുത്ത് കല്ലൂർ പാണൻവിള എന്നാണ് ഈ പ്രദേശത്തിൻ്റെ പേര്. പാണൻവിളയിലെ ഒരു വീട്ടിലാണ് താമസിച്ചിരുന്നത്. അവിടെ തന്നെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു അടുത്ത ബന്ധു ഉണ്ടായിരുന്നു. ഈ ബന്ധുവാണ് എതിർ സംഘത്തിന് സുധീഷ് ഇവിടെ ഉണ്ട് എന്ന വിവരം ചോർത്തി കൊടുക്കുന്നത്. അങ്ങനെ ഒട്ടകം രാജേഷിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു സംഘം, അതായത് ഈ 11-അംഗ സംഘം ഓട്ടോറിക്ഷയിലും ഇരുചക്ര വാഹനങ്ങളിലുമായി ഈ കോളനിയിലേക്ക് എത്തുകയായിരുന്നു. പട്ടാപ്പകലാണ് ഈ സംഭവം നടക്കുന്നത്. രാവിലെ 11 മണി കഴിയുമ്പോഴാണ് കൊലപാതകം നടക്കുന്നത്. ഈ ഗുണ്ടാ സംഘം എത്തിയപ്പോൾ തന്നെ സുധീഷിന് അപകടം മണത്തു. തുടർന്ന് ആ വീട്ടിലേക്ക് ഓടിക്കയറുകയായിരുന്നു. ഈ വീടിനുള്ളിൽ കുട്ടികൾക്ക് മുന്നിൽ വെച്ചാണ് വെട്ടിക്കൊലപ്പെടുത്തുന്നത്. ഈ ഗുണ്ടാ സംഘം കൊലപാതകം നടത്തി മരണം ഉറപ്പായി എന്ന് മനസ്സിലാക്കിയ ശേഷം കാൽ വെട്ടിയെടുക്കുകയായിരുന്നു. അതായത് ഈ എതിരാളിയെ കൊലപ്പെടുത്തി അവിടെ നിന്ന സംഘം പിന്നീട് അതിലും അവർക്ക് തൃപ്തി വരാതെ ഈ മൃതദേഹത്തിൻ്റെ ഒരു കാൽ വെട്ടിയെടുത്ത് ഓട്ടോയിൽ കൊണ്ടുപോയി ഏതാണ്ട് 1/2 കിലോമീറ്ററോളം സഞ്ചരിച്ച ശേഷം വലിച്ചെറിയുകയായിരുന്നു. നമ്മളിപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്നതാണ് അന്ന് ഈ CCTV-യിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ. നാട്ടുകാർ ഉൾപ്പെടെ നോക്കി നിൽക്കുമ്പോഴായിരുന്നു ഈ കൊലപാതകം നടത്തിയത്. പിന്നീട് ഓട്ടോറിക്ഷയിൽ വെട്ടിയെടുത്ത ഒരു കാലുമായി ഇവർ സഞ്ചരിക്കുകയും അടുത്തുള്ള പ്രദേശത്ത്
ഈ കാൽ വലിച്ചെറിയുകയുമായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് ആ സമയത്ത് പുറത്തു വന്നത്. പിന്നീട് ഏതാണ്ട് 5 മാസത്തോളം ഇവർ ഒളിവിൽ പോകുന്ന 3 മാസത്തോളം ഇവർ ഒളിവിൽ പോകുന്ന സാഹചര്യമുണ്ടായി. ഈ പ്രതികളെ തിരയുന്ന സമയത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ജീവൻ നഷ്ടമായ സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട് ടോം. അതായത് വർക്കലയിൽ ഒട്ടകം രാജേഷും സംഘവും ഒളിവിൽ താമസിക്കുന്നു എന്ന വിവരം പോലീസിന് ലഭിച്ചു. സമാനതകളില്ലാത്ത ക്രൂരതയായിരുന്നു പോത്തൻകോട് നടന്നത്. ഇതൊരു അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കപ്പെടുമോ? തീർച്ചയായും പ്രോസിക്യൂഷൻ അങ്ങനെ തന്നെയാണ് വാദിച്ചിട്ടുള്ളത്. പ്രോസിക്യൂഷന്റെ വാദം അങ്ങനെയാണ്. പക്ഷേ ഏത് തരത്തിലുള്ള ശിക്ഷയായിരിക്കും എന്നത് നമുക്ക് നാളെ മാത്രമേ വ്യക്തമാകൂ. നാളെയാണ് ഈ കേസിൽ വിധി വരാൻ പോകുന്നത്. സുധീഷ്, ശ്യാം, ഒട്ടകം രാജേഷ്, നിതീഷ്, നന്ദീഷ്, രഞ്ജിത്ത്, ശ്രീനാഥ്, സൂരജ്, അരുൺ, ജിഷ്ണു ഇങ്ങനെയാണ് ഈ 11 പ്രതികൾ. ഈ 11 പേരും കുറ്റക്കാരാണ്. അതായത് ഈ കേസിൽ പ്രോസിക്യൂഷൻ പ്രതിസ്ഥാനത്ത് നിർത്തിയ മുഴുവൻ പേരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഇവർക്കുള്ള ശിക്ഷയാണ് വിധിക്കാനുള്ളത്. ഇതിൽ വളരെ സ്പഷ്ടമായി, അതായത് ദൃക്സാക്ഷികൾ ആ സംഭവം കണ്ട ധാരാളം ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും കോടതി മുമ്പാകെ വന്ന് ഇതിൽ സാക്ഷി പറയാൻ ആരും തയ്യാറായില്ല. ഒരേ ഒരാൾ മാത്രമാണ് ഈ കേസിൽ സാക്ഷി പറയാനെത്തിയത്. ആ വീട്ടിലുണ്ടായിരുന്ന സജീവൻ എന്ന ആൾ മാത്രമാണ് ഈ സാക്ഷി പറയാൻ വേണ്ടി എത്തിയത്. സജീവന്റെ ഒരേ ഒരു സാക്ഷിമൊഴി മാത്രമാണ് ഈ കേസിലുള്ളത്. പക്ഷേ ഈ CCTV ദൃശ്യങ്ങളടക്കം ഇതിന് തെളിവായി. പിന്നീട് പ്രതികൾ ഒളിവിൽ പോയത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവർ ഒളിവിലുണ്ട് എന്ന് മനസ്സിലാക്കി വർക്കലയിൽ ഒരു തുരുത്തിലേക്ക് പോലീസ് സംഘം വള്ളത്തിൽ സഞ്ചരിച്ചു. ആ സമയത്ത് വള്ളം മറിഞ്ഞ് ബാലു എന്ന പോലീസുകാരന് ജീവൻ നഷ്ടമായ സംഭവം കൂടി ഈ കേസിൻ്റെ ഭാഗമായി ഉണ്ട്. അത്തരത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസാണ്. 2021 ഡിസംബറിലാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ഗുണ്ട കുടിപ്പകയെ തുടർന്ന് നടന്ന ഒരു കൊലപാതകമാണ്. ആ കൊലപാതകത്തിൻ്റെ അത്രയും ബ്രൂട്ടലായി അല്ലെങ്കിൽ ഏറ്റവും മൃഗീയമായി ആ കൊലപാതകം നടത്തിയ ശേഷം അവിടെയും തൃപ്തി വരാതെ അവർ കൊല്ലപ്പെട്ട ആളിൻ്റെ കാൽ വെട്ടിയെടുത്ത് ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയി അത് സഞ്ചരിച്ച് പിന്നീട് വലിച്ചെറിയുന്ന ദൃശ്യങ്ങളാണ് ആ സമയത്ത് പുറത്തു വന്നിരുന്നത്. ടോം, വ്യക്തമാണ്. BV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. പ്രതികൾക്കുള്ള ശിക്ഷ നാളെ വിധിക്കും. കൊല്ലം കൊട്ടിയത്ത് സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ ഗുണ്ടാക്രമണം. വടിവാളുമായി എത്തി ജീവനക്കാരനെ വെട്ടിയ സംഘം സ്ഥാപനം അടിച്ചു തകർത്തു. ലോണടവ് മുടങ്ങിയത് അറിയിച്ചതിനാണ് ആക്രമണം. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. വിവരങ്ങളുമായി വിനീഷ് ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. വിനീഷ്, ഭയപ്പെടുത്തുന്ന കാഴ്ചയാണ്. ഒരു സ്ത്രീ നിലവിളിക്കുന്നുണ്ട്. ഒരു ജീവനക്കാരനെ ഗുണ്ടാ സംഘം എത്തി വെട്ടുന്ന കാഴ്ചകളും കാണാൻ കഴിയും. വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ട്. എന്താണ് ഈ ആക്രമണത്തിന്റെ കാരണം? അക്രമികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ്? ടോം, ഇതൊരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന അക്രമത്തിന്റെ ദൃശ്യങ്ങളാണ്. വളരെ ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. കഴിഞ്ഞ 21-നാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ടോം, വിജിത്ത്, ഇയാളുടെ സുഹൃത്ത് സുരേഷ് എന്നിവർ ചേർന്നാണ് ഈ ഒരു അക്രമം നടത്തിയിരിക്കുന്നതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. വിജിത്തിന്റെ ലോൺ അടവ് മുടങ്ങിയതോടെ ഇയാളുടെ ഭാര്യയെ സ്ഥാപനത്തിൽ നിന്നും ലോൺ അടയ്ക്കാൻ ഫോൺ വിളിച്ചവർ ആവശ്യപ്പെട്ടിരുന്നു. ഇതിലുള്ള പ്രകോപനമാണ് ഇത്തരത്തിലുള്ള ഒരു അക്രമത്തിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. 1250 രൂപയായിരുന്നു ലോൺ അടവ്. ഇത് അടവ് മുടങ്ങിയതോടുകൂടി ഈ സ്ഥാപനത്തിൽ നിന്നും വിളിച്ചറിയിക്കുകയായിരുന്നു. ഈ വിജിത്തിന്റെ ഭാര്യയാണ് വിളിച്ചറിയിച്ചത്. വിളിച്ചറിയിച്ചപ്പോൾ ഇവർ ചില അസഭ്യങ്ങൾ പറഞ്ഞതായിട്ടും ചില ആരോപണങ്ങൾ വിജിത്തിന്റെ ഭാര്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള പരാതി പോലീസിൽ ലഭ്യമായിട്ടുണ്ട്. എന്തായാലും വടിവാളുമായി സ്ഥാപനത്തിനുള്ളിൽ പ്രവേശിച്ച വിജിത്ത്, സുരേഷ് എന്നിവർ ചേർന്നാണ് അക്രമം നടത്തിയിരിക്കുന്നത്. ഇവർ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും അജിത്ത് എന്ന ആളുമായിട്ട് വാക്കേറ്റം ഉണ്ടാവുകയും തുടർന്ന് ഒരു കയ്യാങ്കളിയിലേക്ക് എത്തുന്നു. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണല്ലോ ടോം. അതുപോലെ തന്നെ ഇവർ വടിവാള് വീശി അജിത്തിനെ വെട്ടുന്നതായിട്ടും ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഇതുപോലെ തന്നെ ഇതിൽ പിടിച്ചു മാറ്റാനായിട്ട് ഒരു വനിതാ ജീവനക്കാരിയും
ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. അവർ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്, മാറി നിൽക്കാൻ പറയുന്നുണ്ട്, അവർ കേണ് സംസാരിക്കുന്നതായിട്ട് നമുക്കതിൽ കേൾക്കാനും കഴിയുന്നുണ്ട് ടോം. പക്ഷെ എന്തായാലും വളരെ ഭീതിപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു ഇത് ഉണ്ടായത്. അങ്ങനെ എന്തായാലും ഇവർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പൊട്ടിയ പോലീസാണ് പരാതി. വിനീഷ്, ഈ അക്രമികളെ കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? ഗുണ്ടാ സംഘം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു സ്ഥിരമായി ഇതുപോലെ ഗുണ്ടാ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരാണോ പ്രതികൾ? പോലീസിന് എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ ഇവരെ കുറിച്ച്? തോമസ്, പോലീസ് അന്വേഷിക്കുന്നുണ്ട്, കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഇവർക്ക് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടതായിട്ടാണ് പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ വിജിത്തിന്റെ ഭാര്യയെ ഇവർ വിളിച്ച് എന്നാണ് പറയുന്നത് ടോം. ഇതിന്റെ ഒരു പ്രകോപനത്തിലാണ് ഇയാൾ ഇത്തരത്തിലുള്ള ഒരു അക്രമം നടത്തിയതെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും പോലീസ് ഈ പരാതി നൽകിയിട്ടുണ്ട്. ഈ രണ്ട് ഭാഗക്കാരും പരാതി നൽകിയിരിക്കുന്നു. പോലീസ് രണ്ടുപേരുടെയും ആ പരാതിയിൽ കേസെടുത്തതായിട്ടാണ് നമുക്കറിയാൻ കഴിയുന്നത്. വലിയ രീതിയിലുള്ള ഒരു അക്രമം തന്നെയാണ് നടന്നിരിക്കുന്നത്. എന്തായാലും ഈ അക്രമികൾക്കായിട്ടുള്ള ഒരു അന്വേഷണം ഇപ്പോൾ പോലീസ് നടത്തിയിട്ടുണ്ട്. ഇവർ ഒളിവിലാണ് കേട്ടോ. വ്യക്തമാണ്. എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. നിർമ്മാതാവ് സാന്ദ്ര തോമസിന്റെ പരാതിയിൽ കുറ്റപത്രം സമർപ്പിച്ച പ്രത്യേക അന്വേഷണ സംഘം നിർമ്മാതാക്കൾക്കെതിരെ നിർമ്മാതാവ് ആൻഡോ ജോസഫാണ് കേസിലെ മുഖ്യപ്രതി, ഒന്നാം പ്രതി. നിർമ്മാതാക്കൾക്കെതിരായ പരാതിയിൽ കുറ്റപത്രം സമർപ്പിച്ചതിൽ സന്തോഷമുണ്ടെന്ന് സാന്ദ്ര തോമസ് പ്രതികരിച്ചു. അന്തിമ വിജയം തനിക്കൊപ്പമായിരിക്കും. സിനിമാ മേഖലയിലെ പ്രമുഖർക്കെതിരെയാണ് തന്റെ പോരാട്ടം. പ്രതികൾ ഉൾപ്പെടെയുള്ളവർ ആളുകൾ പല രീതിയിൽ സ്വാധീനിക്കാൻ ശ്രമിച്ചു. തനിക്ക് അപ്രഖ്യാപിത വിലക്കുണ്ടെന്നും സാന്ദ്ര തോമസ് പ്രതികരിച്ചു. IC കമ്മിറ്റി കാര്യക്ഷമമാവണം എന്നുണ്ടെങ്കിൽ അതിൽ പുറത്തു നിന്നുള്ള ആളുകൾ വേണം. അതല്ലാതെ സിനിമയിൽ തന്നെയുള്ള ആളുകൾ IC കമ്മിറ്റിയിൽ ഇരുന്നുകൊണ്ട് ഒരു വിക്ടിമിന് ഒരിക്കലും നീതി ലഭിക്കില്ല. അവിടെ കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കപ്പെടുകയും അല്ലെങ്കിൽ ഈ പറഞ്ഞ വിക്ടിം തന്നെ കുറ്റവാളിയായി മാറുകയും ചെയ്യുന്ന സ്ഥിതിയായിരിക്കും. അവർക്ക് പിന്നീട് പടങ്ങൾ കിട്ടില്ല, അവർ ഒറ്റപ്പെടും. അല്ലെങ്കിൽ അവർ പിന്നീട് അവരുടെ ജീവിതമാർഗം എന്താണ്? സിനിമയാണ്. അപ്പോൾ അത് കിട്ടാതെ വന്നു കഴിയുമ്പോൾ നിവൃത്തിയില്ലാതെ പറഞ്ഞ ആരോപണങ്ങളിൽ നിന്ന് പിന്നോട്ട് മാറേണ്ടി വരും. അങ്ങനെ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ നേരിടേണ്ടതായിട്ട് വരും ഈ വിക്ടിംസ്. അപ്പോൾ ഒരിക്കലും IC കമ്മിറ്റി കാര്യക്ഷമമാകണം എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വേട്ടക്കാരല്ല അതിലിരിക്കേണ്ടത്. അത് ഗവൺമെന്റ് ആ കാര്യത്തിൽ തീർച്ചയായിട്ടും ഇടപെടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിർമ്മാതാവ് ആൻഡോ ജോസഫിനെ ഒന്നാം പ്രതിയാക്കിയാണ് പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി B രാഗേഷ്, അനിൽ തോമസ്, ഔസേപ്പച്ചൻ വാളക്കുഴി എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, എന്തായാലും തുടക്കത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുക്കാനൊക്കെ അല്പം വിമുഖത കാട്ടിയതാണ്. പക്ഷേ അതിനുശേഷം ഈ സാന്ദ്ര തോമസ് ഈ വിഷയത്തിൽ വലിയ രീതിയിൽ നിയമപോരാട്ടം തുടർന്നു. ഒടുവിൽ ഇവർക്കെതിരെ അതിവേഗത്തിൽ തന്നെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. പക്ഷെ ഇപ്പോഴും സാന്ദ്ര തോമസിന് അപ്രഖ്യാപിത വിലക്ക് സിനിമാ മേഖലയിൽ ഉണ്ട് എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. എന്താണ് ഈ കുറ്റപത്രത്തിൻ്റെ ഒരു ഉള്ളടക്കം? എന്താണ് ഇവർക്കെതിരെ ഏതൊക്കെ വകുപ്പുകളാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്? ഈ തൊഴിൽ ഇടത്തിലെ പരാതികളുമായിട്ടാണ് സാന്ദ്ര തോമസ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. പക്ഷേ അത് പരിഹരിക്കാൻ ചെന്ന സമയത്താണ് അവർക്ക് നേരെ ലൈംഗിക അധിക്ഷേപം നടത്തിയിരുന്നത് എന്നതായിരുന്നു സാന്ദ്ര തോമസിന്റെ പരാതി. നേരത്തെ തന്നെ ഈ പരാതിക്ക് കഴമ്പില്ല എന്നുള്ള തരത്തിലായിരുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തന്നെ എൻ്റെ ഭാരവാഹികൾ തന്നെ പ്രതികരിച്ചത് അങ്ങനെയായിരുന്നു. പക്ഷേ സാന്ദ്ര അത് ഫൈറ്റ് ചെയ്ത ശേഷം അതല്ലെങ്കിൽ ഒറ്റയിൽ പോരാടി അതിൽ കൃത്യമായ ഒരു റിസൾട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്ന് തന്നെ വേണം പറയാൻ. കാരണം നിർമ്മാതാവ് ആൻഡോ ജോസഫ് അടക്കം 4 പ്രതികളാക്കിക്കൊണ്ടാണ് 4 പ്രതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കുറ്റപത്രം പോലീസ് സമർപ്പിച്ചിരിക്കുന്നത്. ആൻഡോ ജോസഫ് ഒന്നാം പ്രതി, അതുപോലെ B രാകേഷ്, ഔസേപ്പച്ചൻ, അതുപോലെ അനിൽ തോമസ് തുടങ്ങിയ ആളുകളൊക്കെ ഇതിൽ പ്രതികളാണ്. ഈ ഒരു സാഹചര്യം കൂടി കണക്കിലിട്ട് പോകുമ്പോൾ സാന്ദ്ര തോമസ് പറയുന്ന കൃത്യമായ ഒരു കാര്യമുണ്ട്. അതായത് ഈ താൻ ഒറ്റപ്പെടുത്തിയിട്ടും അല്ലെങ്കിൽ നീതി കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചിട്ടും പോലീസും സർക്കാരും
സാന്ദ്ര തോമസിനൊപ്പം നിന്നു, അതല്ലെങ്കിൽ തന്റെ പരാതി എന്താണെന്ന് കൃത്യമായി കേട്ടു എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു റിസൾട്ട്, ഈ ഒരു ഫലമുണ്ടായിട്ടുള്ളത്. ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ എന്നിരുന്നാൽ പോലും കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ പോലും ഈ ഐസിയെ പറ്റി വളരെ വിമർശനാത്മകമായി തന്നെയാണ് സാന്ദ്ര മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കാരണം ഒരു സിനിമ സെറ്റ് തയ്യാറാക്കുമ്പോൾ തന്നെ അത് ഐസി ഉണ്ടായിരിക്കണമെന്നുള്ള നിർബന്ധം ഇപ്പോൾ എല്ലാവരും ഐസി ഫോം ചെയ്യുന്നുണ്ട്. അത് കൃത്യമായിട്ടുള്ള അഡ്വക്കേറ്റ് ഉൾപ്പെടെയുള്ള, അല്ലെ പുറത്തുനിന്ന് ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അത് ഐസി ഫോം ചെയ്തത്. പക്ഷേ അതിൽ സിനിമയിൽ തന്നെ ആളുകൾ, ആ സിനിമയുടെ തന്നെ ലൊക്കേഷനിലുള്ള ആളുകൾ തന്നെ ഐസിയിൽ അംഗങ്ങളായിരിക്കുകയും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് ഇരയ്ക്കൊപ്പം നിൽക്കാതെ സിനിമയ്ക്കൊപ്പം നിൽക്കുകയും അത് കോംപ്രമൈസ് ചെയ്യേണ്ടുന്ന സാഹചര്യം കൂടി ഉണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥയാണ്. ഐസിയിൽ നിന്നും നീതി കിട്ടുന്ന ഒരു സാഹചര്യമില്ല. ഒന്നുകിൽ അവരെ ഒറ്റപ്പെടുത്തും, അതല്ലെങ്കിൽ അതിന് നീതി കിട്ടാതെ പോകും, അതല്ലെങ്കിൽ ഈ പ്രശ്നം കോംപ്രമൈസ് ചെയ്യും. ഐസി കുറച്ചുകൂടി കാര്യക്ഷമമാകണം എന്നൊരു സജഷൻ കൂടി സാന്ദ്ര മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കാരണം നമ്മൾ കണ്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട്, ഈ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് സാന്ദ്ര തോമസ് നടത്തിയ ഫൈറ്റ് ചെറുതൊന്നുമായിരുന്നില്ല. ഒറ്റപ്പെടുത്തുന്ന, ഇപ്പോഴും തനിക്ക് അതിൽ അപ്രഖ്യാപിത വിലക്ക് സിനിമാ നിർമ്മാണ മേഖലയിലുണ്ട് എന്ന് തന്നെ സാന്ദ്ര തോമസ് പറയുന്നുണ്ട്. സാന്ദ്ര തോമസിന്റെ സിനിമകളെ ഒറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ സാന്ദ്ര തോമസിന്റെ നിർമ്മാണ പ്രോജക്റ്റുകളെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യമൊക്കെ ഇപ്പോഴും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ടെന്നുള്ള ആരോപണം സാന്ദ്ര മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലും പോലീസും സർക്കാരും തന്റെ ഒപ്പം നിന്നതിന് നന്ദിയെന്ന് സാന്ദ്ര പറയാൻ മറക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ്, അതായത് തന്റെ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് വ്യക്തത വന്നതുകൊണ്ടാണ് ഇപ്പോൾ കുറ്റപത്രത്തിൽ 4 പേരെ പ്രതികളാക്കിയിട്ട് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ വ്യക്തമാണ്. കൊച്ചിയിൽ ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ യോഗത്തിൽ അപമാനിക്കപ്പെട്ടെന്നായിരുന്നു സാന്ദ്ര തോമസിന്റെ പരാതി. 2024 ജൂണിലാണ് ഈ സംഭവം നടക്കുന്നത്. പക്ഷേ അതിനുശേഷം ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് സാന്ദ്ര തോമസ് നിർമ്മാതാക്കൾക്കെതിരെ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെതിരെ പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പോലീസിന്റെ ഒരു അന്വേഷണം ഒരു മന്ദഗതിയിലായിരുന്നുവെങ്കിൽ പിന്നീട് അതിവേഗത്തിൽ തന്നെ ഇവർക്കെതിരെ കേസെടുക്കുന്നു. ഇപ്പോൾ ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.